Hi everyone. ഇന്ന് നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ മാർച്ച് 2020 അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് 3 പാർട്ടായിട്ടാണ്. പാർട്ട് എയിൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്സിന്റെ. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ 5 മാർക്സിന്റെ 9 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. അതിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. ദെൻ പാർട്ട് സിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഔട്ട് ഓഫ് ദാറ്റ് യു ഹാവ് ടു അറ്റംപ്റ്റ് 2 questions of 15 marks. അങ്ങനെയാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഞാനിതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ മാസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം, മാസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക. So it is the process of imparting and exchanging product information through mass media, that is through various type of media to a large population. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഒരുപാട് വെറൈറ്റി മീഡിയ ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ആണ്. പ്രൊഡക്റ്റിന് മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള് അഡ്വർടൈസിംഗ് ആണ്. Second question, expand IDA. IDAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ. ഇതൊരു അഡ്വർടൈസിംഗ് മോഡലാണ്. ഇറ്റ് റെഫേഴ്സ് ടു സ്പെസിഫിക് ടെക്നിക്സ് നെസസറി ടു ഇംപ്ലിമെന്റ് വെൻ ക്രിയേറ്റിംഗ് ആൻ ആഡ്. അപ്പോൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഐഡ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് അഡ്വർടൈസർ മസ്റ്റ് ക്യാപ്ചർ ദ അറ്റൻഷൻ ഓഫ് ദ വ്യൂവേഴ്സ്. ഫസ്റ്റ് അറ്റൻഷൻ. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റിലൂടെ അഡ്വർടൈസർക്ക് വ്യൂവേഴ്സിന്റെ അറ്റൻഷനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയണം. ദെൻ ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. The ad has to create a feel among the consumers that the product is essential for their life. That is desire. അഡ്വർടൈസ്മെന്റ് കഴിയുമ്പോൾ അവർക്ക് അത് വാങ്ങാനുള്ള ഒരു ഡിസയർ ഉണ്ടാവണം. After inviting attention, building interest and burning desire, the ads had lead the consumer to action. അപ്പോൾ ആദ്യം അറ്റൻഷൻ ഉണ്ടായി, അതിനുശേഷം ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഡിസയർ ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് പർച്ചേസ് ആക്ഷനിലേക്ക് കസ്റ്റമറെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അഡ്വർടൈസർ ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ കൂടെ അഡ്വർടൈസർ ചെയ്യേണ്ടുന്നത്. അതാണ് ഐഡ എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കേണ്ടുന്ന ടെക്നിക്സ് ആണ്. ആ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റണം, അതുപോലെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അവർക്ക് വാങ്ങാനുള്ള ഒരു ഡിസയർ ഉണ്ടാക്കാനും, അത് കഴിഞ്ഞ് അവരെ വാങ്ങാൻ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അവർ വാങ്ങലിലേക്ക് നിർബന്ധിതമായി തീരണം. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ആഡ് കോപ്പി. എന്താണ് ആഡ് കോപ്പി? Ad copy is the written or spoken message which the advertiser want to communicate to the targeted audience through an ad. Ad copy എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റിലൂടെ അഡ്വർടൈസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് എന്താണോ, അത് റിട്ടൺ ആവാം അല്ലെങ്കിൽ സ്പോക്കൺ ആവാം. ആ മെസ്സേജിനെയാണ് ആഡ് കോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ ദ റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സ് ഇൻ ആൻ ആഡ്. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റിൽ റിട്ടൺ വേർഡ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ് കോപ്പി എന്ന് പറയുന്നു. അപ്പൊ പ്രിന്റിലാണെങ്കിൽ അത് ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ റീഡിംഗ് മാറ്റർ ആണ്. ദെൻ റേഡിയോ, ഓഡിയോ പോലുള്ള ഡിവൈസസിൽ അത് വോയിസ് ആയിരിക്കും. നെക്സ്റ്റ്, ഡിഫൈൻ മീഡിയ പ്ലാനിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് അലൗസ് ദ അഡ്വർടൈസർ ടു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീഡിയ ടു പ്ലേസ് ആൻ ആഡ് ഇൻ സഫിഷ്യന്റ് ഫ്രീക്വൻസി ടു റീച്ച് മാക്സിമം നമ്പർ ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്. അപ്പൊ മീഡിയ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് മാക്സിമം ആളുകളിലേക്ക് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റില് ഏത് മീഡിയയിൽ കൂടെ അഡ്വർടൈസ് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ ചൂസിങ് അപ്രോപ്രിയേറ്റ് മീഡിയ, ഏത് മീഡിയയിലൂടെ അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ അതിന് മാക്സിമം കവറേജ് കിട്ടും, മാക്സിമം ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റും, അതുപോലെ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ സാധിക്കും, അത് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതിനെയാണ് മീഡിയ പ്ലാനിങ് എന്ന് പറയുന്നത്. It helps the advertiser to select the best media. അപ്പോൾ മീഡിയ പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മീഡിയ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് മാക്സിമം കവറേജ്, മാക്സിമം ഓഡിയൻസിലേക്ക് എത്തിച്ചേരുകയും ലോവസ്റ്റ് കോസ്റ്റിൽ എത്തിച്ചേർക്കാൻ പറ്റും.
Formulate suitable media strategy and decide the right time, place and space for an ad. അപ്പോൾ മീഡിയ സ്ട്രാറ്റജീസ് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എപ്പോഴാണ് ഒരു ആഡ് കൊടുക്കേണ്ടത്, അതിന്റെ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, എവിടെയാണ് കൊടുക്കേണ്ടുന്നത്, സ്പേസ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ മീഡിയ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. വാട്ട് ഈസ് പാക്ട്? In 1982, 21 major US advertising agencies issued a public statement called PACT. PACTന്റെ ഫുൾ ഫോം ആണ് പൊസിഷനിങ് അഡ്വർടൈസിംഗ് കോപ്പി ടെസ്റ്റിംഗ്. അപ്പൊ യുഎസിലെ അഡ്വർടൈസിംഗ് ഏജൻസീസ് 1982 ഇഷ്യൂ ചെയ്ത ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം. ഇറ്റ് റെപ്രസെന്റ്സ് ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റം. അപ്പൊ ഒരു കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ, നല്ല ഒരു കോപ്പി ടെസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിളിനെയാണ് പാക്ട്, അല്ലെങ്കിൽ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ആണ് പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോപ്പി ടെസ്റ്റിംഗ്? ഇറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് an ad before it is transmitted to the potential customers. അപ്പൊ കോപ്പി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് പബ്ലിക്കിലേക്ക് അയക്കുന്നതിന് മുമ്പ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് കോപ്പി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോപ്പി ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പാക്ട് എന്ന് പറയുന്നത്. മെൻഷൻ സം ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡഗ്മാർ അപ്രോച്ച്. DAGMAR stands for Defining Advertising Goals for Measured Advertising Results. ഇതാണ് ഡഗ്മാറിന്റെ ഫുൾ ഫോം, ഡിഫൈനിങ് അഡ്വർടൈസിംഗ് ഗോൾസ് ഫോർ മെഷേർഡ് അഡ്വർടൈസിംഗ് റിസൾട്ട്സ്. As per DAGMAR model, the ultimate objective of advertising involves a communication task intended to create awareness, impart information, develop attitude and induce action. അപ്പൊ അഡ്വർടൈസിംഗ് എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാനാണ് ഡാഗ്മാർ അപ്രോച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡാഗ്മാർ മോഡൽ അനുസരിച്ചിട്ട് അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടാസ്ക് ആണ്. ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കണം, അതുപോലെ അവരെ ഒരു ആറ്റിറ്റ്യൂഡ്, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ്. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ ദ മാർക്കറ്റ് ഷെയർ. ഇപ്പൊ ഡാഗ്മാർ അപ്രോച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ കൂട്ടിയെടുക്കുക പ്രൊഡക്റ്റിന്റെ, ഇംപ്രൂവ് സെയിൽസ് ടേൺ ഓവർ കൂട്ടുക, ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് എക്സിസ്റ്റൻസ്, ജനങ്ങളിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. ചിലപ്പോൾ ജനങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ യൂസേഴ്സ് ഒക്കെ അറിയില്ലായിരിക്കാം. അപ്പൊ ആ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. എഫക്റ്റീവ്ലി മാനേജ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ കോമ്പറ്റീഷനെ മാനേജ് ചെയ്യുക. ദെൻ എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് റിക്കഗ്നിഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ബ്രാൻഡ് റിക്കഗ്നിഷൻ അല്ലെങ്കിൽ ആ ബ്രാൻഡിനുള്ള അക്സെപ്റ്റൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. വാട്ട് ഈസ് മെന്റ് ബൈ പ്രൊമോഷൻ മിക്സ്? എന്താണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഡിസ്ക്രൈബ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് യൂസ്ഡ് ബൈ എ ഫേം ഫോർ ദ എഫക്റ്റീവ് പ്രൊമോഷൻ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റില്, ടാർഗറ്റ് മാർക്കറ്റില് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെന്റ് എലമെന്റ്സിനെ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. പ്രൊമോട്ട് ചെയ്യുന്നു എന്നാൽ ആ പ്രൊഡക്റ്റിന്റെ സെയിൽസ് കൂട്ടിയ പബ്ലിക്കിലേക്ക് ആ പ്രൊഡക്റ്റിനെ എത്തിച്ചെടുക്കുക. It combines a set of tools that a business can use to communicate effectively the benefits of its products or services to its customers. അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് പ്രൊഡക്റ്റിനെ കുറിച്ച് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും അതിൽ വരും. സച്ച് ആസ് അഡ്വർടൈസിംഗ്, പബ്ലിസിറ്റി, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ, ഇതെല്ലാം അതിൽ വരും. അപ്പൊ പ്രൊഡക്റ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസിനെയും കൂടെ ചേർത്തിട്ടാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ സെയിൽസ് ഫോർകാസ്റ്റിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ്. അപ്പൊ ഫ്യൂച്ചർ സെയിൽസ് എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്യുറേറ്റ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ബിസിനസ് ഹൗസ്. എപ്പോഴും ഒരു കറക്റ്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള സെയിൽസ് ഫോർകാസ്റ്റ് നടത്തുന്നത് ബിസിനസ്സുകൾക്ക് നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. ആ സെയിൽസ് ഫോർകാസ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ആവശ്യത്തിന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. നമുക്ക് സെയിൽസ് ഫോർകാസ്റ്റ്, അടുത്ത വർഷം ഇത്ര സെയിൽ ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. So it helps to make the business decisions and predict short-term and long-term performance. അപ്പോൾ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും ബിസിനസിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പെർഫോമൻസിനൊക്കെയും സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. വാട്ട് ഈസ് മെന്റ് ബൈ കോമ്പിനേഷൻ സ്ട്രാറ്റജി? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി. അപ്പോൾ കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി.
കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്തോ കമ്പൈൻ ചെയ്തതാണ്, അതായത് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി മിക്സ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് പുഷ് സ്ട്രാറ്റജി എന്താണ്, പുൾ സ്ട്രാറ്റജി എന്താണ്? നമ്മൾ പറഞ്ഞു ഇതൊരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്, സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അപ്പൊ പുഷ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് പുഷിംഗ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടു സെൽ ദ പ്രൊഡക്ട്സ് ഓഫ് എ ഫേം ബൈ ഓഫറിംഗ് സ്പെഷ്യൽ സ്കീംസ് ആൻഡ് ഇൻസെന്റീവ്സ് ടു മിഡിൽമാൻ. അപ്പൊ പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മിഡിൽമെന്നിന് ഓഫർ കൊടുത്തിട്ട് അവരെ കൊണ്ട് സെയിൽ കൂട്ടിക്കാൻ നോക്കുന്നു. പുഷിംഗ് ദ മിഡിൽമെന്നിനെ, അതായത് റീറ്റെയിലേഴ്സോ ഹോൾസെയിലേഴ്സോ ആരായാലും അതിൽ ഏജന്റോ അവർക്ക് ഇൻസെന്റീവ്സോ ഓഫേഴ്സോ സ്കീമുകളൊക്കെ കൊടുത്തിട്ട് സെയിൽ കൂട്ടാൻ ശ്രമിക്കുന്നു, അതായത് പുഷിംഗ് ദ മിഡിൽമെൻ. പുൾ സ്ട്രാറ്റജി കോൺസെൻട്രേറ്റ് ഓൺ കൺസ്യൂമേഴ്സ് ബൈ ഓഫറിംഗ് ഡിസ്കൗണ്ട്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഇനി പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, പുഷ് എന്ന് പറഞ്ഞാൽ അവരെ തള്ളുന്നു, പുൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു, അതായത് കോൺസെൻട്രേറ്റ്സ് ഓൺ കൺസ്യൂമേഴ്സിനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. ബൈ ഓഫറിംഗ് ഡിസ്കൗണ്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ്, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ടുകളും ബെനിഫിറ്റും കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നു. അപ്പൊ പുഷ് സ്ട്രാറ്റജിയിൽ മിഡിൽമെന്നിനാണ് ഓഫർ ചെയ്യുന്നത്, അവർക്ക് ഓഫറുകൾ സ്കീമുകളൊക്കെ കൊടുത്തിട്ട് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്തിട്ട് ഏജന്റുമാർ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനോട് സെയിൽസ് കൂട്ടാൻ പറയുന്നു. പുൾ സ്ട്രാറ്റജിയിൽ കൺസ്യൂമേഴ്സിന് ഓഫറുകൾ കൊടുത്തിട്ട് സെയിൽ കൂട്ടാൻ നോക്കുന്നു. സോ കോമ്പിനേഷൻ സ്ട്രാറ്റജി ഫോക്കസസ് ബോത്ത് ഓൺ മിഡിൽമെൻ ആസ് വെൽ ആസ് കൺസ്യൂമേഴ്സ്. കോമ്പിനേഷൻ സ്ട്രാറ്റജി ആകുമ്പോൾ രണ്ട് കൂട്ടർക്കും ഇൻസെന്റീവ്സ് സ്കീമുകളൊക്കെ കൊടുത്തിട്ട് സെയിൽസ് കൂട്ടാൻ ശ്രമിക്കുന്നു. ഇവിടെ രണ്ട് കൂട്ടർക്കും മിഡിൽമാനിനും കൺസ്യൂമേഴ്സിനും ഇൻസെന്റീവുകളോ ഓഫറുകളോ കൊടുക്കുന്നു സെയിൽസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഹൗ ക്യാൻ പേഴ്സണൽ സെല്ലിംഗ് ഹെൽപ്പ് ഇൻ സെല്ലിംഗ് ഓഫ് പ്രൊഡക്ട്സ്? ഇനി പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ആ ടെക്നിക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ സെയിലിൽ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. So it is an oral communication with potential buyers of a product with the intention of making sale. നമ്മൾ അവരെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ടെലിഫോണിൽ കൂടെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് സെല്ലർ അവരുമായിട്ട് സംസാരിച്ചാണ് ആ സെയിൽ നടത്തുന്നത്. Then under personal selling, customers get more personal attention. അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ, കാരണം സെയിൽസ് പേഴ്സൺ നേരിട്ട് ഇവരെ വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ അറ്റൻഷൻ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെല്ലിങ്ങിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ കൂടുതൽ അറ്റൻഷൻ കിട്ടുമ്പോൾ തന്നെ കസ്റ്റമർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കും. ദെൻ സെയിൽ പേഴ്സണൽ ഗെറ്റ് അഡിക്വേറ്റ് ടൈം ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ സെയിൽസിന് വരുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ കസ്റ്റമേഴ്സ് ക്യാൻ നെഗോഷിയേറ്റ് ദ പ്രൈസ്. നമുക്ക് വേണമെങ്കിൽ വില ബാർഗെയിൻ ചെയ്യാം പ്രൊഡക്റ്റിന്റെ വിലയുടെ കാര്യത്തില്. ദെൻ പേയ്മെന്റ് ആൻഡ് ഡെലിവറി ടേംസ് വിത്ത് സെയിൽസ് പേഴ്സൺ, അതുപോലെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ന ദിവസേ പേയ്മെന്റ് തരുള്ളൂ, അതൊക്കെയും നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓൾ ദിസ് ഹെൽപ്സ് ഇൻ സെല്ലിംഗ് ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പൊ പേഴ്സണൽ സെല്ലിങ്ങിലാണ് അതൊക്കെ സാധിക്കുള്ളൂ, ബാർഗെയിൻ ചെയ്യാനും അതുപോലെ പേയ്മെന്റ് നീട്ടിവെക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഇതൊക്കെയും സെല്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാൻ സഹായിക്കും. ഹൗ ഡസ് സെയിൽ കം ടു ആൻ എൻഡ്? The sale come to an end when the customer agree to buy the product. സിമ്പിൾ ആണ്. ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ സെയില് എൻഡിലെത്തി. By using different promotion techniques, customers are encouraged to buy the product. അപ്പൊ നമുക്കറിയാം നമ്മൾ സെയിൽ എന്ന് പറയുന്നത് പല പല സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമേഴ്സിനെ ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് എൻകറേജ് ചെയ്യുന്നത്. സംടൈംസ് ഇൻസെന്റീവ്സ് ആൻഡ് ഓഫേഴ്സ് ആർ ഓൾസോ ഗിവൺ. പലപ്പോഴും കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഓഫറുകളും ഇൻസെന്റീവ്സും കൊടുക്കാറുണ്ട്. ഒരിക്കലും സെയിൽസ് പേഴ്സൺ കസ്റ്റമേഴ്സിനെ ഫോഴ്സ് ചെയ്യാറില്ല, നിർബന്ധിക്കാറില്ല. അവര് നിർബന്ധിച്ചിട്ടല്ല വാങ്ങിപ്പിക്കേണ്ടത്. ബട്ട് ലെറ്റ് ഹിം ഫീൽ ദാറ്റ് ഹി ഹാസ് മെയ്ഡ് ദ ഫൈനൽ ഡിസിഷൻ. കസ്റ്റമേഴ്സിന് സ്വയം തോന്നണം അവർക്ക് ആവശ്യമായിട്ട് അവർ വാങ്ങുകയാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് സെയിൽസ് ഫോഴ്സ് ഇൻ മാനേജ്മെന്റ്? ഇനി മാനേജ്മെന്റിൽ സെയിൽസ് ഫോഴ്സിന്റെ റോൾ എന്ത്? സെയിൽസ് ഫോഴ്സ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ ഫേം ആൻഡ് ദ കസ്റ്റമേഴ്സ്. അപ്പൊ ഒരു ഫേമിലെ സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഫേം ആൻഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സും ഫേമും തമ്മിലുള്ള ഒരു ലിങ്കാണ്. അതായത് കസ്റ്റമേഴ്സ് ഒരു ഫേമിൽ വന്നാൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് സെയിൽസ് ഫോഴ്സ് ആണ്. ഇനി അല്ല പേഴ്സണൽ സെല്ലിംഗ് ആണെങ്കിലും അവിടെയും സെയിൽസ് ഫോഴ്സ് തന്നെയാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. സക്സസ് ഓഫ് എ ബ്രാൻഡ് നോട്ട് ഓൺലി റിക്വയർ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജീസ് ബട്ട് ഓൾസോ റിക്വയർസ് എഫിഷ്യന്റ് സെയിൽസ് ഫോഴ്സ്. അപ്പൊ ഒരു ബ്രാൻഡിന്റെ സക്സസിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രം പോരാ, അവിടുത്തെ സെയിൽസ് ഫോഴ്സ് ഏറ്റവും നല്ലതായിരിക്കണം. പുറത്തുള്ള ആളുകളുമായിട്ടുള്ള എല്ലാ ഡീലിനും
സെയിൽസ് ഫോഴ്സ് ആണ് ഏറ്റവും അധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. കാരണം സെയിൽസ് ഫോഴ്സ് ആണ് കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് സെയിൽസ് ഫോഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനേജിങ് കസ്റ്റമർ റിലേഷൻസ് എസെൻഷ്യലി നീഡ്സ് എ വെൽ ട്രെയിൻഡ് സെയിൽസ് ഫോഴ്സ്. കസ്റ്റമർ റിലേഷൻസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫേമിന് എപ്പോഴും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ മാനേജ്മെന്റിൽ അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ റോളാണ്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വന്ന് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴേ ഏതൊരു പ്രൊഡക്റ്റും ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് കൊണ്ടും എല്ലാം ഗുണമുള്ളൂ. ബിസിനസ്സിലേക്ക് എത്തിക്കുന്നത് സെയിൽസ് ഫോഴ്സ് ആണ്. അവരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ സക്സസിന് വെൽ ട്രെയിൻഡ് സെയിൽസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. Explain briefly the positive impacts of advertising on children. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ മേലെ അഡ്വർടൈസിങ്ങിന്റെ ഇമ്പാക്ട്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വർടൈസിങ്ങിന് കുറെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. കാരണം കുട്ടികൾ പൊതുവെ എന്ത് കണ്ടാലും കേട്ടാലും വിശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്, എന്നാൽ കൂടെ ചില പോസിറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്. അഡ്വർടൈസിംഗ് ഓഫേഴ്സ് ഗുഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ. പലപ്പോഴും കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി കൊടുക്കും, പലതും മനസ്സിലാക്കാൻ പറ്റും. It gives information regarding various products, services and technology in the world. പല കാര്യങ്ങൾ, പല പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പല സർവീസസിനെയും ലോകത്തിൽ പല ടെക്നോളജിയൊക്കെ കുറിച്ച് കുട്ടികൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അഡ്വർടൈസ്മെന്റിലൂടെയാണ്. ആഡ്സ് ഓഫ് ഹെൽത്തി ഫുഡ് ആൻഡ് ബിവറേജസ് ഹെൽപ്പ് ടു കീപ് പ്രാക്ടീസ് ഗുഡ് ബാലൻസ്ഡ് ഡയറ്റ്. അതുപോലെ നല്ല ഫുഡിന്റെയും ഡ്രിങ്കുകളുടെയൊക്കെ പരസ്യം കാണുമ്പോൾ കുട്ടികൾക്ക് അത് നല്ലൊരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യും. Then acts of hygiene product help them to maintain their body, home and surroundings neat and clean. അതുപോലെ ഹൈജീൻ പ്രൊഡക്റ്റിന്റെ പരസ്യമൊക്കെ കാണുമ്പോൾ അവർക്ക് മൊത്തം ക്ലീൻ ആയിട്ട് അവരുടെ ബോഡി ആയാലും സറൗണ്ടിങ്സ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ തോന്നിപ്പിക്കും. Then socially relevant ads motivate children to become part of social services and national development. പലപ്പോഴും സോഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് കാണുമ്പോൾ അത് അവരെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യും. നമ്മളിപ്പോ പലപ്പോഴും പല പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മെനി ചിൽഡ്രൻ ഡൊണേറ്റഡ് സ്മോൾ സേവിംഗ് ടു ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്. ഇപ്പൊ ഫ്ലഡ് ഒക്കെ ഉണ്ടായപ്പോ ചീഫ് മിനിസ്റ്ററുടെ ഫണ്ട് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് ഇതുപോലെ കുട്ടികൾ അത് ദെയർ സപ്പോർട്ട് ടു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള, ആ ഗവൺമെന്റിന്റെ ആ ഫണ്ടിലേക്ക് കുട്ടികൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവരെ ചെറിയ ചെറിയ സേവിങ്സ് ആവാം, അതൊക്കെ അവര് അങ്ങോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ കുട്ടികളെ ആ രീതിയിൽ അവരുടെ സേവിങ്സ് ഡൊണേറ്റ് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യും. Then environmental protection advertisements increase the attention and awareness of children towards preserving natural resources and environment. ഇനി എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച് അഡ്വർടൈസ്മെന്റ്സ് വരാറുണ്ട്. അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ കുട്ടികൾക്ക് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെയും എൻവയൺമെന്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവും. Then warning and instructive ads that revealed the consequence of alcohol and smoking help children to understand the risk associated with the use of such products. അതുപോലെ ആൽക്കഹോള് അല്ലെങ്കിൽ സ്മോക്കിങ്ങിന്റെ ഒക്കെ വാർണിംഗ് അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ കുട്ടികൾക്ക് അതിലുള്ള റിസ്ക്, അത് എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൺസ്യൂമർ കംപ്ലൈന്റ്സ് കൗൺസിൽ അണ്ടർ ASCI. അപ്പോ കൺസ്യൂമർ കംപ്ലൈന്റ്സ് കൗൺസിലിന്റെ അതായത് CCCയുടെ ഫങ്ഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. So it is established by ASCI to prevent unfair advertising in the country. Unfair ആയിട്ടുള്ള അഡ്വർടൈസിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് CCC എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫങ്ഷൻസ് നോക്കാം. It acts as a monitoring agency which examines advertisements in the country. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള അഡ്വർടൈസ്മെന്റ്സ് എല്ലാം എക്സാമിൻ ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് ഏജൻസിയാണ്. Then it gives recommendation to advertisers to modify and cancel their advertisement in case of any violations of law or the ASCI code of advertising. ഇനി ഏതെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് നമ്മുടെ നിയമത്തിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ASCIയുടെ കോഡ് ഓഫ് അഡ്വർടൈസിംഗിന് അഗേൻസ്റ്റ് ആണെങ്കിൽ അതൊന്നുകിൽ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ ക്യാൻസൽ ചെയ്യാനോ CCC ആവശ്യപ്പെടും. Then CCC receives complaints from consumers and general public against ads which are considered as false, misleading, indecent and illegal. അപ്പൊ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടാല് ജനറൽ പബ്ലിക്കിന് ആ ആഡിനെതിരെ കംപ്ലൈന്റ് CCCക്ക് കൊടുക്കാം.
Then it receives complaints from the Board of Governors of ASCI against unfair advertisement. അതുകൂടാതെ ASCIയുടെ ഗവേണിംഗ് ബോഡിക്കും CCCയിൽ ഇതുപോലെ unfair advertisementsനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം. CCC conducts inquiries and investigations based on the complaints received and adopts adequate measures for the settlement of complaint. എല്ലാ കംപ്ലൈൻസും റിസീവ് ചെയ്തിട്ട് അതിനെതിരെ ഇൻക്വയറീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിന് വേണ്ട സെറ്റിൽമെന്റ്, ആ കംപ്ലൈൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ട മെഷേഴ്സ് ഒക്കെ എടുക്കും. Then next, explain the essentials of an advertisement appeal. അഡ്വർടൈസ്മെന്റ് അപ്പീലിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെ? അപ്പൊ നമുക്ക് ആദ്യം അഡ്വർടൈസ്മെന്റ് അപ്പീൽ എന്താന്ന് എഴുതണം. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ആദ്യം ഇപ്പൊ 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താന്ന് എഴുതിയിട്ട്, ഇപ്പൊ നമ്മളോട് എസെൻഷ്യൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ പോലും എസെൻഷ്യൽസ് എഴുതുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് അപ്പീൽ എന്താന്ന് എഴുതിയതിന് ശേഷം വേണം നമ്മൾ എസെൻഷ്യൽസ് എഴുതാൻ. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. നമുക്ക് പാർട്ട് ബിയിലെ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമ്മൾ പാർട്ട് ബി തുടങ്ങി കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഇമ്പാക്ട്, അതിൽ നമുക്ക് അറിയാം അഡ്വർടൈസിങ് എന്ന് പറയുന്നതിനെ കുറിച്ച് കൂടുതൽ എഴുതാനില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡ്വർടൈസിങ് എന്താന്ന് എഴുതിയില്ല. അഡ്വർടൈസിങ്ങിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ കൂടിയും പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. ദെൻ CCC അതുപോലെ നെക്സ്റ്റ് അഡ്വർടൈസ്മെന്റ് അപ്പീൽ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി മെസ്സേജ് ഡിസൈൻ ടു മോട്ടിവേറ്റ് ദ കൺസ്യൂമർ ടു പർച്ചേസ്. അപ്പൊ അഡ്വർടൈസ്മെന്റ് അപ്പീൽ എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റിലെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഉള്ള കണ്ടന്റിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് അപ്പീൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രൽ തീം ഇൻ ദ അഡ്വർടൈസിംഗ് മെസ്സേജ്. അഡ്വർടൈസിംഗ് മെസ്സേജിലെ ഏറ്റവും സെൻട്രൽ തീം അതായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് എനി മെസ്സേജ് ഡിസൈൻ ടു മോട്ടിവേറ്റ് ദ കൺസ്യൂമർ ടു പർച്ചേസ്. അഡ്വർടൈസ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെസ്സേജ് അതാണ് കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് അപ്പീൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെസ്സേജ് അത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വാങ്ങാൻ തോന്നും. അതിനെയാണ് അഡ്വർടൈസ്മെന്റ് അപ്പീൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് arouses the desire and addresses a human need that can be satisfied the product which is advertised. അപ്പൊ നമ്മളത് ആ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്കത് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും നമ്മുടെ നീഡ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇറ്റ് ഗിവ്സ് us a reason to buy a product. അപ്പൊ അഡ്വർടൈസിങ് അപ്പീലാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് നമുക്കൊരു റീസൺ ഉണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് വാങ്ങാൻ തോന്നിപ്പിക്കുന്നത്. Essentials of an advertisement appeal. First one, it must be conceptually sound. Conceptually sound ആയിരിക്കണം. കൺസെപ്റ്റ് സൗണ്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം അഡ്വർടൈസ്മെന്റ് മെസ്സേജിൽ. Then it must be believable. Should not make exaggerated claim. വെറുതെ ഇല്ലാത്ത ക്ലെയിംസ് എക്സാഗ്രേറ്റ് ചെയ്തിട്ടൊന്നും കാണിക്കരുത്. It must be communicative in nature. കമ്മ്യൂണിക്കേറ്റീവ് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം, അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. Then consumers must be able to distinguish the message of the advertiser. ഒരു ഇത് കാണുമ്പോൾ, അഡ്വർടൈസിങ് അപ്പീൽ കാണുമ്പോൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ കൺസ്യൂമേഴ്സിന് ആ മെസ്സേജ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. അതായത് മറ്റുള്ള കോമ്പീറ്റിംഗ് അഡ്വർടൈസ്മെന്റിൽ നിന്നും ഇവരുടെ അഡ്വർടൈസ്മെന്റ് മെസ്സേജിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, വേർതിരിച്ചറിയാൻ പറ്റണം. ഇറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ ദ പ്രൊഡക്റ്റ് ബീങ് അഡ്വർടൈസ്ഡ്. ഇനി ആ അപ്പീല് അഡ്വർടൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആയിരിക്കണം, അതിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ്. then it must be complete. then it must contain truthful information. സത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം ആ അപ്പീലിൽ ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി റിയലിസ്റ്റിക്, കൺവിൻസിങ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. റിയലിസ്റ്റിക് ആയിരിക്കണം, വാസ്തവമായിരിക്കണം, അതുപോലെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയതായിരിക്കണം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ആൻ അഡ്വർടൈസ്മെന്റ് ലേഔട്ട്. ഇനി അഡ്വർടൈസ്മെന്റ് ലേഔട്ടിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ അഡ്വർടൈസ്മെന്റ് ലേഔട്ട് എന്താണെന്ന് എഴുതണം, എന്നിട്ട് വേണം അതിന്റെ ഫങ്ഷൻസ് എഴുതാൻ. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വേരിയസ് എലമെന്റ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആർ അറേഞ്ച്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് അഡ്വർടൈസ്മെന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് അഡ്വർടൈസ്മെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ദ ഫംഗ്ഷൻ ഈസ് ദ ലോജിക്കൽ ആൻഡ് ബാലൻസ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് ആൻ അഡ്വർടൈസ്മെന്റ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ആൻഡ് ബാലൻസ്ഡ് കോമ്പിനേഷൻ, അഡ്വർടൈസ്മെന്റ് ഡിഫറെന്റ് കോമ്പണൻസിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സിന്റെ ലോജിക്കൽ ആൻഡ് ബാലൻസ്ഡ് കോമ്പിനേഷൻ ആണ് ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവ്. Basic objective of layout is an effective and speedy sales presentation and communication.
എന്തിനു വേണ്ടിയാണ് അങ്ങനെ ലേ ഔട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്? സ്പീഡി സെയിൽസ് പ്രസന്റേഷൻ കമ്മ്യൂണിക്കേഷൻ. ഒരു ലേ ഔട്ട് ഉണ്ടാക്കുന്ന ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഇത്രയും പെട്ടെന്നും അതുപോലെ തന്നെ നല്ല രീതിയിലുമുള്ള ഒരു സെയിൽസ് പ്രസന്റേഷന് വേണ്ടി, കമ്മ്യൂണിക്കേഷൻ, സെയിൽസ് പ്രസന്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. Good layout is necessary for an effective presentation of the advertising message. അപ്പൊ അതിന് അഡ്വർടൈസ്മെന്റ് സ്ട്രക്ചർ ആണ് നമ്മൾ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഒരു നല്ല ലേഔട്ട് ഉണ്ടായിരിക്കണം അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ് ആവുന്നതിന്. ഫങ്ഷൻസ്. It combines different elements of advertisement such as heading, subheading, slogans, body, text, etc. അപ്പൊ നമ്മൾ പറഞ്ഞ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ അഡ്വർടൈസ്മെന്റിന്റെ പല എലമെന്റ്സിനെയും ഒരുമിപ്പിക്കുകയാണ് ഒരു ലേഔട്ടിൽ. അതിന് ഹെഡിങ് ഉണ്ടാവും, ഒരു സബ് ഹെഡിങ് ഉണ്ടാവും, ബോഡി ഉണ്ടാവും, ടെക്സ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം ലേഔട്ട് എങ്ങനെ? ഒന്നാമത്തെ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ, it gives the advertiser a preview and proof of the advertisement before printing for broadcasting. അപ്പൊ അഡ്വർടൈസറെ സംബന്ധിച്ച് ഒരു ലേഔട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രിവ്യൂ അല്ലെങ്കിൽ ഒരു പ്രൂഫ് കിട്ടിക്കഴിയുമോ അങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ഇരിക്കുക. അപ്പൊ ജനങ്ങളിലേക്ക് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ, ഒരു ലേഔട്ട് കിട്ടിക്കഴിയുമോ. അപ്പൊ ഒരു പ്രൂഫ് കിട്ടി അല്ലെങ്കിൽ പ്രിവ്യൂ കിട്ടും അഡ്വർടൈസർക്ക് എന്നുള്ളതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. It gives the advertiser the firm, copywriter and creative teams of the ad to suggest modification before its final approval. അപ്പൊ ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് ഹെഡിങ് ഇവിടെ, സബ് ഹെഡിങ് ഇവിടെ, സ്ലോഗൻസ് ഇവിടെ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഇതിൽ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒന്നിൽ അഡ്വർടൈസർ അല്ലെങ്കിൽ ഫേം, അതല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവ് ടീംസിന് വേണമെങ്കിൽ ഫൈനൽ അപ്രൂവലിന് മുമ്പ് മോഡിഫിക്കേഷൻസ് വരുത്താം. It provides relevant inputs for estimating the total cost of advertisement. അതുപോലെ തന്നെ ലേഔട്ട് ഉള്ളത് കൊണ്ട് ഏകദേശം എത്ര ചെലവ് വരും നമുക്കറിയാം. പേപ്പറിലൊക്കെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ എത്ര സ്ഥലമാണ്, എത്ര സ്പേസ് ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് അഡ്വർടൈസ്മെന്റ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ടോട്ടൽ കോസ്റ്റ് ഓഫ് ആ ലേഔട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ലേഔട്ടിന്റെ ഒരു ഫംഗ്ഷനാണ് ഏകദേശം ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. It eliminates arguments and misunderstanding between the company and advertising agency. അപ്പൊ ആ ലേഔട്ടിന്റെ ബേസിസിൽ കോസ്റ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ കമ്പനിയും അഡ്വർടൈസിംഗ് ഏജൻസിയും തമ്മിൽ പിന്നെ ഒരു ആർഗ്യുമെന്റിന്റെ ആവശ്യമില്ല. ഏകദേശം ഇത്ര എമൗണ്ട് ഇത്ര വരും, അത് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഒരു ആർഗ്യുമെന്റ് ഇല്ലാതാവും. What are the objectives of advertising research? Advertising research is a specialized form of marketing research conducted to improve the efficiency of advertising. അപ്പോ അഡ്വർടൈസിംഗിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി നടത്തുന്ന സ്പെഷ്യലൈസ്ഡ് റിസർച്ച് ആണ് അഡ്വർടൈസിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ടഡ് ടു നോ ഹൗ കൺസ്യൂമേഴ്സ് റെസ്പോണ്ട് ടു എ പർട്ടിക്കുലർ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ. അപ്പൊ ഈ റിസർച്ചിൽ സ്റ്റഡി നടത്തുന്നത് ഒരു പർട്ടിക്കുലർ അഡ്വർടൈസിംഗ് ക്യാമ്പയിനോട് കൺസ്യൂമേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസ് എന്ത് എന്നറിയാൻ വേണ്ടിയാണ് ഈ റിസർച്ച് നടത്തുന്നത്. The result of advertising research help the advertiser to make the best decision at all stages of advertising development process and to maximize the return on their advertising investment. അപ്പൊ ആ ഒരു റിസർച്ച് നടത്തുമ്പോൾ കൺസ്യൂമേഴ്സ് എങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അതിങ്ങനെ ഒരു റിസർച്ച് നടത്തുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് അഡ്വർടൈസേഴ്സിന് നല്ല ബെസ്റ്റ് ഡിസിഷൻസ് എടുക്കാൻ, അഡ്വർടൈസ്മെന്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ മാക്സിമം നല്ല ഡിസിഷൻസ് എടുക്കാനും അവരുടെ അഡ്വർടൈസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ മാക്സിമം റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. Objectives of advertising research. First one, to improve the efficiency of an ad campaign. അപ്പോൾ ഒരു ആഡ് ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അഡ്വർടൈസിംഗ് റിസർച്ച് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇവർ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനോട്. ഒരു പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനോട് എങ്ങനെ ജനങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ വേണ്ട ഡിസിഷൻസ്, മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം, എഫിഷ്യൻസി കൂട്ടാം. To know how the advertising campaign of a firm work. എങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. To understand how consumers take and use the message in an ad. കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ആഡിനെ കാണുന്നത്, അവർ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റും. To evaluate the impact of media used in an ad campaign. Then to evaluate the impact of media. ആഡ് ക്യാമ്പയിനിൽ ഉപയോഗിച്ച മീഡിയ എത്രത്തോളം എഫക്റ്റീവ് ആണ്, അതിന്റെ ഇമ്പാക്ട് എന്ത്, ജനങ്ങളിലേക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നറിയാൻ പറ്റും. ചൂസ് ചെയ്ത മീഡിയ നല്ലതായോ അല്ലേ. To know the influence of message used in an ad on the target audience. Then
ഓഡിയൻസിൽ നമ്മൾ ആർക്കാണോ ഇത് കൺസ്യൂമേഴ്സിന്, ഓഡിയൻസ് എന്ന് ഉദ്ദേശിച്ചാൽ കൺസ്യൂമേഴ്സ്, അവരെ എത്രത്തോളം ഈ ആഡ് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നറിയാൻ പറ്റും. ടു മോണിറ്റർ ദ പെർഫോമൻസ് ഓഫ് ആൻ ആഡ് ക്യാമ്പയിൻ ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. ഒരു ടാർഗറ്റ് മാർക്കറ്റിലെ ഒരു ആഡ് ക്യാമ്പയിന്റെ പെർഫോമൻസ് എങ്ങനെ അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ടു ഐഡന്റിഫൈ ദ ഡെഫിഷ്യൻസീസ് ഓഫ് ആൻ ആഡ് ക്യാമ്പയിൻ. ഒരു ആഡ് ക്യാമ്പയിന് എന്തെല്ലാം കുറവുകളുണ്ട് അത് റിസർച്ച് നടത്തിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് മണി ഇൻ ഇൻഎഫക്റ്റീവ് ആഡ് ക്യാമ്പയിൻ. അപ്പൊ ഇൻഎഫക്റ്റീവ് ആഡ് ക്യാമ്പയിനിൽ നമുക്ക് പൈസ ചെലവാക്കുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും അഡ്വർടൈസിംഗ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിംഗ്. അപ്പോൾ അടുത്തത് മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ്. നമുക്കറിയാം, ആ ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം, മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്ന് മെഷർ ചെയ്യുന്നു, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ. The goal of advertising is either to increase sales or building a unique image for the brand in the target market. നമുക്കറിയാം അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടാം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. സോ മെഷറിംഗ് ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ആഡ് ക്യാമ്പയിൻ accomplishing the established goals is crucial issue in advertising. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. കാരണം എത്രത്തോളം എഫക്റ്റീവായി എന്ന് മെഷർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ അഡ്വർടൈസർ ടു നോ ദ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റഡ് ബൈ ആൻ ആഡ് ഇൻ റിലേഷൻ ടു ദ എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റഡ്. ഇപ്പോൾ ഒരു അഡ്വർടൈസറെ സംബന്ധിച്ചിട്ട് എത്ര റിട്ടേൺ കിട്ടി, അതായത് മണി ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും എത്ര റിട്ടേൺ കിട്ടി എന്ന് അറിയേണ്ടുന്നത് അത്യാവശ്യമാണ്. അഡ്വാൻറ്റേജ്, നമ്മുടെ ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് മെഷറിംഗ് അഡ്വർടൈസിംഗ് എഫക്റ്റീവ്നെസ്. ഫസ്റ്റ് വൺ, അവോയ്ഡ്സ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. നമുക്കറിയാം കമ്പനീസ് ഒക്കെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ ക്രോഴ്സ് ആണ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ എഫക്റ്റീവ്നെസ് help them to ensure that this money is not being wasted in ineffective ads. അപ്പോൾ ഒരു എഫക്റ്റീവ്നെസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, അഡ്വർടൈസിംഗിന്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്താൽ അവർ വേസ്റ്റ് ചെയ്യുന്നില്ല പൈസ, അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആഡ് ആണ് അവർ നടത്തുന്നത് അല്ലേ, അതോ പൈസ വേസ്റ്റ് ആവുന്നുണ്ടോ എന്ന് അവർക്ക് അറിയാൻ പറ്റും. Then helps to evaluate alternative strategies. അതായത് വേറെ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എ ഗുഡ് ഇവാലുവേഷൻ പ്രോഗ്രാം ഹെൽപ്സ് കമ്പനി, നമ്മൾ എഫക്റ്റീവ്നെസ് ആണ് മെഷർ ചെയ്യുന്നത്. സോ ഗുഡ് ഇവാലുവേഷൻ പ്രോഗ്രാം ഹെൽപ്സ് കമ്പനീസ് ടു അനലൈസ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ചോസൺ ആഡ് പ്രോഗ്രാം. നമുക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസിന്റെയും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതിന്റെയും ഒക്കെ എഫക്റ്റീവ്നെസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഹെൽപ്പ് ദ കമ്പനീസ് ടു നോ ദ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ദാറ്റ് വുഡ് കം ഫ്രം ഓൾട്ടർനേറ്റീവ് അഡ്വർടൈസിംഗ് പ്രോഗ്രാംസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഔട്ട്കം എത്ര കിട്ടും, അതാണോ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്, അല്ല നമ്മൾ ചൂസ് ചെയ്തതാണോ കൂടുതൽ ബെനിഫിറ്റ്, അത് നമുക്ക് അറിയാൻ പറ്റും. ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസിംഗ്. എ സിസ്റ്റമാറ്റിക് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ഹെൽപ്പ് ദ കമ്പനീസ് ടു എൻഷുർ ദാറ്റ് ദ മെസ്സേജ് ദ കൺസ്യൂമേഴ്സ് ആർ റിസീവിംഗ് ഫ്രം ആൻ ആഡ് പ്രോഗ്രാം ഈസ് ദ ബെസ്റ്റ്. അപ്പോൾ മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസിംഗ്. അഡ്വർടൈസിംഗ് കൂടുതൽ എഫിഷ്യന്റ് ആവാൻ സഹായിക്കുന്നു. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നത്? അതായത് കൺസ്യൂമേഴ്സിന് ഏറ്റവും നല്ല ആഡ് പ്രോഗ്രാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഹെൽപ്പ് ദ കമ്പനീസ് ടു അഡോപ്റ്റ് ഇംപ്ലിമെന്റ് സ്യൂട്ടബിൾ ആഡ് പ്രോഗ്രാംസ് ആൻഡ് ക്യാൻസൽ അൺപ്രൊഡക്റ്റീവ് ആഡ്സ്. ആഡ് പ്രോഗ്രാം ആണ് സ്യൂട്ടബിൾ ആഡ് പ്രോഗ്രാം, അഡ്വർടൈസ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ കമ്പനീസിന് ഇത് ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് നടത്തുമ്പോൾ കമ്പനിക്ക് ഏറ്റവും നല്ല ആഡ് പ്രോഗ്രാംസ് ചൂസ് ചെയ്യാനും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് ഒഴിവാക്കാനും പറ്റും. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ റിയാക്ഷൻ. കസ്റ്റമർ റിയാക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും ഒരു ഇവാലുവേഷൻ പ്രോഗ്രാമിൽ കൂടെ. കാരണം എങ്ങനെയാണ് അതിന്റെ എഫക്റ്റ്, നമ്മുടെ സെയിൽസിൽ എന്ത് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, കമ്പനിയുടെ ഇമേജിൽ എന്ത് എഫക്റ്റ് ഉണ്ടായി എന്ന് ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും. അഡ്വർടൈസിംഗിന്റെ ഇവാലുവേഷൻ നടത്തുമ്പോൾ അഡ്വർടൈസിംഗ് മൂലം നമുക്ക് സെയിൽസ് എന്ത് മാറ്റം വന്നു, കമ്പനിയുടെ ഇമേജിൽ എന്ത് മാറ്റം വന്നു എന്നറിയാൻ പറ്റും. Then proper monitoring. It helps the companies to properly monitor the advertising activity. അപ്പോൾ ഈ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അഡ്വർടൈസിംഗ് ആക്ടിവിറ്റിയെ മോണിറ്റർ ചെയ്യാം. അഡ്വർടൈസിംഗ് ക്യാമ്പയിന്റെ എല്ലാ ആസ്പെക്ട്സും ചെയ്യാൻ പറ്റും. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. 19th ക്വസ്റ്റ്യൻ ആണ്, സെയിൽസ് പ്രൊമോഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ. സെയിൽസ് പ്രൊമോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു,
it is the element that help the firm to attract customers, persuade them to buy and generate loyalty. അതായത് ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ, വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസിനെയും നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയും. അപ്പോൾ എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം അല്ലെങ്കിൽ അവരെ പെർsuade ചെയ്യാം, അങ്ങനെ ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ എലമെന്റ്സിനെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. The aim of sales promotion is to increase awareness, create interest, generate sales and create brand loyalty. സെയിൽസ് പ്രൊമോഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ സെയിൽസ് കൂട്ടുക, അങ്ങനെ ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കുക, ജനങ്ങളുടെ ആ ബ്രാൻഡിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. It is defined as those promotional activities that are intended to stimulate customers' demand and to improve middlemen's marketing performance. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് രണ്ടും, അതായത് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് കൂട്ടുക, അതുപോലെ തന്നെ മിഡിൽമെന്റിന്റെ മാർക്കറ്റിംഗ് പെർഫോമൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇതെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഇവിടെ ഫിലിപ്പ് കോട്ട്ലർ 3 ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക്സ് സെയിൽസ് പ്രൊമോഷൻ പറഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കേഷൻ, ഇൻസെന്റീവ്, ഇൻവിറ്റേഷൻ. ഇതാണ് 3 പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ യൂഷ്വലി പ്രൊവൈഡ്സ് ദ ഇൻഫർമേഷൻ ദാറ്റ് മേ ലീഡ് ദ കസ്റ്റമർ ടു ദ പ്രൊഡക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സെയിൽസ് പ്രൊമോഷനിലൂടെ കസ്റ്റമർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കിട്ടുന്നു പ്രൊഡക്റ്റിന്റെ. 2, ഇൻസെന്റീവ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ് സം കൺസെഷൻ, ഇൻഡ്യൂസ്മെന്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ ദാറ്റ് ഗിവ് വാല്യൂ ടു ദ കസ്റ്റമർ. പലപ്പോഴും സെയിൽസ് പ്രൊമോഷനിൽ പല ഇൻഡ്യൂസ്മെന്റ്സ് അല്ലെങ്കിൽ കൺസെഷൻസ്, ഓഫറുകളൊക്കെ ഉണ്ടാവും. അത് കസ്റ്റമേഴ്സിന് വാല്യൂ കിട്ടും, അത് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റഡ് ആണ്. ദെൻ ഇൻവിറ്റേഷൻ. നമുക്ക് 1-to-1 ഓഫർ, 1+1 ഓഫർ കസ്റ്റമേഴ്സിന് അതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളൂ. ഒരു പ്രൊഡക്റ്റിന്റെ വിലക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ അതൊക്കെ എന്താ, ഗിവ് വാല്യൂ ടു ദ കൺസ്യൂമർ. ഇൻവിറ്റേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡിസ്റ്റിങ്ക്ട് ഇൻവിറ്റേഷൻ ടു എൻഗേജ് ഇൻ ദ ട്രാൻസാക്ഷൻ ഇമ്മീഡിയറ്റ്ലി. അതുപോലെ തന്നെ 3ാമത് ഇൻവിറ്റേഷൻ ആണ്, പെട്ടെന്ന് അവരെ ക്ഷണിക്കുകയാണ്. അതായത് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് നിങ്ങൾ ഈ ട്രാൻസാക്ഷൻസിൽ എൻഗേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് ഓഫർ വാലിഡ് ടിൽ, നമ്മളിപ്പോൾ പലപ്പോഴും പരസ്യത്തിൽ കാണും, ഇന്ന ഓഫർ ഉണ്ട്, 50% ഓഫർ ഉണ്ട്, അത് ടിൽ ദറ്റ് സ്റ്റോക്ക് ലാസ്റ്റ്, അതുവരേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഡേറ്റ് വരെയുള്ളൂ. അപ്പൊ പൊതുവെ നമ്മളിപ്പോൾ വാങ്ങാൻ ആവശ്യമില്ലെങ്കിൽ പോലും കൺസ്യൂമേഴ്സ് ഒന്നുകൂടെ വാങ്ങാൻ വിചാരിക്കും. കാരണം 1+1 ഓഫർ ആണ്, ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, അതേ വിലക്ക് ഒരെണ്ണേ കിട്ടുള്ളൂ, നമുക്ക് ഇപ്പൊ പോയി വാങ്ങാം. അപ്പൊ ഇൻവിറ്റേഷൻ കൂടിയാണ്. ഇത് കൂടാതെ അതർ ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡ്യൂസ്മെന്റ്സ് ഓഫേർഡ് ബൈ എ ഫേം ടു പ്രൊമോട്ട് ഇമ്മീഡിയറ്റ് സെയിൽസ്. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഇൻഡ്യൂസ്മെന്റ്സ് അല്ലെങ്കിൽ ഓഫറുകളെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് മേ ബി ഓഫേർഡ് ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ് ത്രൂ ഓർ ത്രൂ മിഡിൽമെൻ. അപ്പൊ ഇത് ഈ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും ഓഫേഴ്സോ സ്കീമുകളൊക്കെ, അല്ലെങ്കിൽ ത്രൂ സെയിൽസ്മാൻ, ത്രൂ മിഡിൽമെനിൽ കൂടെ, അതായത് ഏജന്റോ റീറ്റെയിലേഴ്സോ അവരെയും കൂടെ കൊടുക്കും. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി. അപ്പോൾ ഇതില് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നതിൽ പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, പബ്ലിസിറ്റി ഒന്നും വരില്ല. ഇവിടെ സെയിൽസ് പ്രൊമോഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡ്യൂസ്മെന്റ്സ് കൊടുത്ത് അല്ലെങ്കിൽ സ്കീംസോ ഓഫറുകളോ കൊടുത്തിട്ട് പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂഷ്വലി ഓഫേർഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. സാധാരണ ഓഫറുകളൊന്നും എന്നും ഉണ്ടാവാറില്ല. ഇറ്റ് ഈസ് ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. There are numerous schemes or techniques of sales promotion. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 1+1 ഓഫർ ഉണ്ടാവാം, അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവാം, 50% ഡിസ്കൗണ്ട് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഉണ്ട്. Then it focuses on a small group of consumers. എപ്പോഴും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എപ്പോഴും എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവാറില്ല. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെയാണ് ഇത് ഫോക്കസ് ചെയ്യാറ്. എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ബഡ്ജറ്റ്. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെപ്പോഴും ചെലവ് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിന്റെ ടെക്നിക്സ് എന്തൊക്കെ? സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് മണി സെറ്റ് അസൈഡ് ഫോർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് എത്ര എമൗണ്ട് മാറ്റിവെച്ചു, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. So it estimates the cost of sales promotion campaign so as to avoid overspending and underspending on sales promotion activities. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് നോക്കിയാൽ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ എന്ത് എക്സ്പെൻസ് വരുമെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഓവർ സ്പെൻഡിങ് അല്ലെങ്കിൽ ചെലവ് കൂടി പോവാതിരിക്കാനും
നമ്മൾ മാറ്റിവെച്ച തുക കുറഞ്ഞു പോവാതിരിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് ആയിട്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് നമുക്ക് എമൗണ്ട് ബഡ്ജറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്. അപ്പൊ അതിനുപയോഗിക്കുന്ന ആ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെ? ഫസ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇതിൽ ഇൻ ദിസ് അപ്രോച്ച് ദ ബഡ്ജറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് സെയിൽസ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് പെർസെന്റേജ് ഓഫ് സെയിലാണ് ബഡ്ജറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പൊ ഒരു സെയിൽസിന്റെ ഫിക്സഡ് പെർസെന്റേജ് ബഡ്ജറ്റ് ആക്കി മാറ്റും. Then the sales figures taken into a previous year or the average sales several past years. അപ്പൊ സെയിൽസ് ഫിഗർ നമ്മൾ പറഞ്ഞു സെയിൽസിന്റെ certain പെർസെന്റേജ് ആണ്. അപ്പൊ ആ സെയിൽസ് ഫിഗർ പ്രീവിയസ് ഇയറിലേതാവാം, അല്ലെങ്കിൽ സെവറൽ പാസ്റ്റ് ഇയേഴ്സിലെ ആവറേജ് സെയിൽസ് ഫിഗർ ആവാം. This percentage could also be based on the forecasted sale of the year under consideration. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർകാസ്റ്റ് ഒരു ഫ്യൂച്ചർ ഇയറിനെ വേണമെങ്കിൽ എടുക്കാം, അതായത് ഫോർകാസ്റ്റഡ് സെയിൽ എടുക്കാം. എന്നിട്ട് ആ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുക, ഇന്ന വർഷം ഇത്ര സെയിൽ വരാം, അടുത്ത വർഷം ഇത്ര സെയിൽ വരാം, അതിന്റെ ഫിക്സഡ് പെർസെന്റേജും വേണമെങ്കിൽ എടുക്കാം. അപ്പൊ പെർസെന്റേജ് ഓഫ് സെയിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ പെർസെന്റേജ് ആണ്, സെയിൽസിന്റെ ഒരു ഫിക്സഡ് സർട്ടൻ പെർസെന്റേജ് ആണ് ബഡ്ജറ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ സെയിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ സെയിലിന്റെ ആവറേജ് എടുക്കാം, അതുമല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വർഷം ഏതൊരു വർഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വർഷത്തെ ഫോർകാസ്റ്റഡ് സെയിലിന്റെ പെർസെന്റേജും എടുക്കാം. യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ്. This method is commonly used by companies dealing in high-priced products, generally consumer durable goods such as refrigerators, washing machine and many other items. അപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡ് ഐറ്റംസ് ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡിന്റെ പ്രത്യേകത, this is the physical volume of the past or anticipated sales. This figure of unit is then multiplied by a fixed amount of money to reach the budget amount. For example, manufacturer might allot 1,000 rupees per unit for sales promotion. ഇവിടെ ഒരു യൂണിറ്റിനെ ബേസ് ആയിട്ട് എടുത്തിട്ട് അതിന് ഇത്ര രൂപ സ്പെൻഡ് ചെയ്യും എന്ന് അഡ്വർടൈസർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഫോം തീരുമാനിക്കുന്നു. അതായത് ഒരു യൂണിറ്റ് ആണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്, ഒരു യൂണിറ്റിന് ഇത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മാനുഫാക്ചറർ തീരുമാനിക്കുകയാണ് 1,000 rupees per unit for sales promotion. അപ്പൊ ഒരു യൂണിറ്റ് വലിയ വില കൂടിയ ഐറ്റംസ് ആണ് വിൽക്കുന്നത്, AC അങ്ങനെയൊക്കെ വില കൂടിയ ഐറ്റംസ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിന് ഒരു യൂണിറ്റിന് ഇത്ര രൂപ വരെ അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റിലേക്ക് നീക്കി വെക്കാം, സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിലേക്ക് നീക്കി വെക്കാം. Then competitive parity method. Then ഇവിടെ കോമ്പറ്റീറ്റീവ് പാരിറ്റി, കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. അതായത് many marketers match or base their sales promotion budget to that of major competitors. കോമ്പറ്റീറ്റേഴ്സിന്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. So this method evaluates the sales promotion strategies of competitors to prepare the sales promotion budget. അപ്പൊ അവരുടെ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എങ്ങനെ കോമ്പറ്റീറ്റേഴ്സിന്റെ അതിനനുസരിച്ചിട്ടാണ് ഈ കമ്പനീസ് നമ്മുടേതും ഫിക്സ് ചെയ്യുന്നത്. Affordable method. When using this approach, the budget allocation, the amount that is left over after all other relevant allocations have been made is allotted for sales promotion. അതായത് ബാക്കി എല്ലാ ചെലവുകൾക്കും മാറ്റിവെച്ചതിന് ശേഷം, ബാക്കി എല്ലാത്തിനും ആവശ്യങ്ങൾക്കും അലോക്കേഷൻ നടത്തിയതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് ആക്കി മാറ്റിവെക്കുന്നു. ഇതിനാണ് അഫോർഡബിൾ അതായത് കഴിയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചെലവുകളെല്ലാം അലോക്കേറ്റ് ചെയ്തു, ബാക്കിയുള്ളതിനെ സെയിൽസ് പ്രൊമോഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ദിസ് ഇസ് ജനറലി യൂസ്ഡ് ബൈ കമ്പനീസ് വിത്ത് സ്മോൾ ബഡ്ജറ്റ്. സ്മോൾ ബഡ്ജറ്റ് മാത്രമാണ് സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കുന്ന കമ്പനിക്ക് ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള കമ്പനികളാണ് അഫോർഡബിൾ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് എമൗണ്ട് സെയിൽസ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാൻ ഇല്ലാത്ത കമ്പനികളാണ് അഫോർഡബിൾ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എൻഡ് ടാസ്ക് മെത്തേഡ്. ദിസ് ഇസ് ഡ്രൈവൺ ബൈ സ്ട്രാറ്റജി. ഇതൊരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ദ പ്രൊമോഷൻ മാനേജർ സ്റ്റാർട്ട്സ് ബൈ മേക്കിംഗ് എ സ്റ്റഡി ഓഫ് ദ മാർക്കറ്റ്, കോമ്പറ്റീഷൻ, കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഓർഡർ ടു സെറ്റ് അപ്പ് അപ്രോപ്രിയേറ്റ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്. ആദ്യം പ്രൊമോഷൻ മാനേജർ മാർക്കറ്റിനെ കുറിച്ച്, കോമ്പറ്റീഷനെ കുറിച്ച്, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുന്നു. Then promotion objective may relate to increasing short-term sales
or introducing a new product. അപ്പോൾ ആ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചിലപ്പോൾ സെയിൽസ് കൂട്ടാൻ, ഷോർട്ട് ടേം സെയിൽ ഇൻക്രീസ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാവാം. ഈ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മളിവിടെ പറഞ്ഞു, പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ കുറിച്ചിട്ട് പ്രൊമോഷൻ മാനേജർ ഒരു പഠനം നടത്തുന്നു. അപ്പൊ ആ ഒബ്ജക്റ്റീവ് ചിലപ്പോൾ ഷോർട്ട് ടേം സെയിൽ കൂട്ടാൻ വേണ്ടിയാവാം, അതല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാവാം. Then next step ചെയ്യുന്നത് how much money would be necessary to accomplish each task involved in achieving the objective. ഈ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ, അതായത് ഷോർട്ട് ടേം സെയിൽ ഇൻക്രീസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണെങ്കിൽ അതിന് എത്ര മണി ആവും, ഹൗ മച്ച് മണി വുഡ് ബി നെസസറി എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നു. ഇഫ് ദ കോസ്റ്റ് ഹാപ്പൻ ടു ബി മോർ ദാൻ ദ മണി അവൈലബിൾ, ഇനി നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷിനേക്കാൾ കൂടുതലാണെങ്കിൽ then that promotion objectives are adjusted. ഒന്നുകിൽ ആ പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സിനെ നമ്മുടെ കയ്യിലുള്ള എത്രയാണോ ക്യാഷ് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ മോർ ഫണ്ട്സ് ആർ മെയ്ഡ് അവൈലബിൾ, അതല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് എവിടെന്നെങ്കിലും അവൈലബിൾ ആക്കാൻ നോക്കും ബഡ്ജറ്റിന് വേണ്ടിയിട്ട്. then next അപ്പോ ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. മാനേജർ ഒരു സ്റ്റഡി നടത്തി പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് അതിന് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് നോക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട്, അപ്പൊ ആ സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് അതിന് തികയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒബ്ജക്റ്റീവ്സിൽ നിന്ന് എന്തെല്ലാം കുറക്കാൻ പറ്റും അതെല്ലാം കുറച്ച് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ക്യാഷിനനുസരിച്ചിട്ട് ആ ഒബ്ജക്റ്റീവ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കറക്റ്റ് ഒബ്ജക്റ്റീവ് തന്നെ നടത്താം. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇവാലുവേറ്റിംഗ് സെയിൽസ് ഫോഴ്സ്? ഈ സെയിൽസ് ഫോഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു സെയിൽസ് ഫോഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് സെയിൽസ് ഫോഴ്സ് ആണ്. അപ്പൊ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ത്? നേരത്തെ പറഞ്ഞു സക്സസ് ഓഫ് എ ബ്രാൻഡ് നോട്ട് ഓൺലി റിക്വയർസ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി ബട്ട് ഓൾസോ എഫിഷ്യന്റ് സെയിൽസ് ഫോഴ്സ്. ഒരു ബ്രാൻഡിന്റെ സക്സസിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രം പോരാ, നല്ല സെയിൽസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. കസ്റ്റമർ റിലേഷൻസ് മാനേജ് ചെയ്യുന്നത് സെയിൽസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഒരു ഫേമില് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് ഫോഴ്സ് ഉണ്ടായിരിക്കണം. ദെൻ ഇവാലുവേറ്റിംഗ്, നമ്മളോട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ സെയിൽസ് ഫോഴ്സ് ആണ്. അപ്പൊ എന്താണ് ഇവാലുവേറ്റിംഗ് ദ സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ദ സെയിൽസ് ഫോഴ്സ്. സെയിൽസ് ഫോഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. പ്രോപ്പർ ഇവാലുവേഷൻ പ്രോസസ് എൻഷുവേഴ്സ് ദാറ്റ് ദ സെയിൽസ് ടീം ഈസ് വെൽ മാനേജ്ഡ്. അപ്പൊ സെയിൽസ് ടീം നന്നായിട്ട് മാനേജ് ചെയ്തു പോകുന്നുണ്ട് എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമ്പോർട്ടൻസ് എന്തൊക്കെ? ഇറ്റ് ഹെൽപ്സ് ടു എക്സാമിൻ ദ പെർഫോമൻസ് ഓഫ് സെയിൽസ് പീപ്പിൾ ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പൊ അവരുടെ സെയിൽസ് പെർഫോമൻസ് എങ്ങനെ അതറിയാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്പ് ഇഫ് എനി. അതായത് പെർഫോമൻസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെഫിസിറ്റ് ദാറ്റ് ഒക്കർ വെൻ പെർഫോമൻസ് ഡസ് നോട്ട് മീറ്റ് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് ഓരോരുത്തർക്കും ഓരോ സെയിൽസിലുള്ള ആളുകൾക്കൊക്കെ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ടാർഗറ്റ് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്, ആ സ്റ്റാൻഡേർഡിൽ എത്തുന്നില്ല എങ്കിൽ അവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻഫോം ദ സെയിൽസ്മാൻ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ഹിസ് ഓർ ഹെർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസിന്റെ ക്വാളിറ്റി അതവർക്ക് ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു സജസ്റ്റ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. സെയിൽസ്മാൻ ഓരോ സെയിൽസിലുള്ള ആൾക്കാർക്കും അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാം അത് സജഷൻസ് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് മാനേജ്മെന്റ് ഇൻ മോണിറ്ററിംഗ് ദ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാം സെയിൽസ് ഫോഴ്സിന്റെ. അനലൈസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സെയിൽസ് ഫോഴ്സ്. അപ്പോൾ അവരുടെ എന്തെല്ലാമാണ് അവരുടെ സ്ട്രെങ്ത്, എന്തെല്ലാമാണ് സെയിൽസിലുള്ളവരുടെ വീക്ക്നെസ്, അത് ഐഡന്റിഫൈ ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇനി ആവശ്യമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം. It helps to inform the sales force obviously about the expectations of the management and responsibilities of the functions to be performed by them. അതുകൂടാതെ സെയിൽസ് ഫോഴ്സിന് എന്താണ് മാനേജ്മെന്റ് അവരെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ, ഫങ്ഷൻസ് എന്തൊക്കെ, അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിനെ കുറിച്ചൊക്കെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഇനി പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ 15 മാർക്കിന് 4 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളതിൽ 2 ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, explain the economic effects of advertising and explain the functions of advertising in a free economy. അപ്പോൾ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇക്കണോമിക് എഫക്ട്സ് ഓഫ് അഡ്വർടൈസിംഗും ദെൻ ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻ എ ഫ്രീ ഇക്കണോമി. 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എപ്പോഴും എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ
ഏത് ടോപ്പിക്കാണോ ചോദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് എഴുതിയിട്ട് വേണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫംഗ്ഷനോ അല്ലെങ്കിൽ എഫക്റ്റോ ഒക്കെ എഴുതാനായിട്ട്. First, advertising is considered as a non-personal form of communication used in marketing to promote goods and services to the target market. നമുക്കറിയാം അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഗുഡ്സിനെ ടാർഗറ്റ് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബെനിഫിറ്റിംഗ് ദ പ്രൊഡ്യൂസർ, എഡ്യൂക്കേറ്റിംഗ് ദ കൺസ്യൂമർ ആൻഡ് സപ്പോർട്ടിംഗ് ദ സെയിൽസ്മാൻ. പലർക്കും കസ്റ്റമേഴ്സിന് എഡ്യൂക്കേഷൻ കിട്ടുന്നത്, കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. സെയിൽസ്മാൻ ഒരു സപ്പോർട്ടാണ്, കാരണം അവർ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അതുപോലെ തന്നെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ആ പ്രൊഡക്റ്റിന് പ്രൊമോഷൻ കിട്ടും. സോ ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. അപ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെയും കൺസ്യൂമറുടെയും ഇടയിലുള്ള ഒരു ലിങ്ക് ആണ്. ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ്. Advertising aims at placing a brand in the minds of customers and encourage them to buy the same continuously in order to meet their needs. അപ്പോൾ അഡ്വർടൈസിംഗിന്റെ എയിം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ആ പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ വാങ്ങിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പറയാതെ തന്നെ അറിയാം, കമ്മ്യൂണിക്കേറ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ്, ആ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ്. So the primary objective of advertising strategy is to communicate the identity of a brand to its target customers and to build relationship with the new customers. അപ്പോൾ ബ്രാൻഡിനെ കുറിച്ച്, ബ്രാൻഡിന്റെ ഐഡന്റിറ്റി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അഡ്വർടൈസിംഗ് ക്ലിയർലി കൺവേസ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്പെസിഫിക് പ്രോഡക്റ്റ് ഓഫേർഡ് ബൈ എ ഫേം ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എത്തിച്ചു തരുന്നു അല്ലെങ്കിൽ പറഞ്ഞു തരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. Information. It facilitates dissemination of relevant information the firm want to give to its customers. ആ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ പലതും ഫേമിന് ആ കസ്റ്റമേഴ്സിനോട് അറിയിക്കാനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു AC ആണ്, അപ്പൊ അതിന് ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ബ്രാൻഡിന്, അതൊക്കെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്വർടൈസ്മെന്റിലൂടെ കൊടുക്കാൻ പറ്റും. Then persuasion. പെർസ്വേഡ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ പെർസ്വേഡ് ചെയ്യുന്നു, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ പർച്ചേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. റെഗുലർ അഡ്വർടൈസ്മെന്റ് ഓഫ് എ ബ്രാൻഡ് ഇൻ ഡിഫറെന്റ് മീഡിയ ഇൻഫ്ലുവൻസ് ബൈയിങ് ഡിസിഷൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഒരു ബ്രാൻഡിന്റെ പരസ്യം ഇങ്ങനെ വരുമ്പോൾ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഉപയോഗം ഉണ്ട് എന്നൊക്കെ തോന്നിപ്പിച്ച് നമ്മളെ വാങ്ങാനായിട്ട് പെർസ്വേഡ് ചെയ്യും. സോ ഫേംസ് അഡോപ്റ്റ് പവർഫുൾ ആൻഡ് ക്രിയേറ്റീവ് ആഡ്സ് ഫോർ പർസ്യൂയിങ് ദ കസ്റ്റമേഴ്സ്. അങ്ങനെ കസ്റ്റമേഴ്സിനെ പെർസ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നല്ല പവർഫുൾ ആഡ്സ് ആണ് കമ്പനീസ് ഉപയോഗിക്കുന്നത്. ദെൻ ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. സ്ട്രാറ്റജീസ്, അഡ്വർടൈസിംഗ് സ്ട്രാറ്റജീസ് ഇഫക്റ്റീവ് ആണെങ്കിൽ അത് നമുക്ക് ഡിമാൻഡ് ഉണ്ടാക്കി തീർക്കും, ആ ബ്രാൻഡിന് ഡിമാൻഡ് ഉണ്ടാക്കി തീർക്കും. നമ്മുടെ ജനങ്ങളിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ആ പ്രൊഡക്റ്റിലുള്ള കോൺഫിഡൻസ് കൂട്ടിയെടുക്കും. അങ്ങനെ നമുക്ക് ആ ബ്രാൻഡ് വാങ്ങാൻ തോന്നും. ദെൻ നെക്സ്റ്റ്, റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ്. Advertising continuously reminds the customers about the brand. Retention of customers എന്ന കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുക ആ പ്രൊഡക്റ്റിൽ തന്നെ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ അഡ്വർടൈസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബ്രാൻഡിനെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റിമൈൻഡ് ചെയ്യും. സോ സീസണൽ ഓഫേഴ്സ്, സ്പെഷ്യൽ ഡിസ്കൗണ്ട്, കസ്റ്റമൈസ്ഡ് ഓഫർ. കസ്റ്റമൈസ്ഡ് ഓഫർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓഫേഴ്സ്. ഇതൊക്കെ അഡ്വർടൈസ്മെന്റിൽ കൂടിയാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ അത് പുതിയ കസ്റ്റമേഴ്സിനെയും അട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെയും റിപ്പീറ്റഡ് പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നിപ്പിക്കും. നെക്സ്റ്റ്, ഓപ്പോസിഷൻ ഓഫ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. അതുപോലെ മാർക്കറ്റ് കോമ്പറ്റീഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെപ്പണാണ് അഡ്വർടൈസിങ്. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, നല്ല ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ്, കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെല്ലാം എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ എന്തെല്ലാം സ്പെഷ്യൽ ഓഫേഴ്സും ബെനിഫിറ്റ്സും ആണ് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, ഇതെല്ലാം അഡ്വർടൈസ്മെന്റിലൂടെ കൺവേ ചെയ്യാൻ പറ്റും കൺസ്യൂമേഴ്സിലേക്ക്. അപ്പോൾ സോ ദ അഡ്വർടൈസ്മെന്റ് ഹെൽപ്സ് ഇൻ ഓപ്പോസിഷൻ ഓഫ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. ആ രീതിയിൽ മാർക്കറ്റ് കോമ്പറ്റീഷനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇക്കണോമിക് എഫക്ട്സ് ഓഫ് അഡ്വർടൈസിംഗ്. അഡ്വർടൈസിംഗിന്റെ ഇക്കണോമിക് ഇഫക്ട്സ് എന്തെല്ലാം? ഓൾ പ്രൊഡക്ട്സ് ഇൻ ആൻ ഇക്കണോമി ആർ ഇൻഫോംഡ് ടു പീപ്പിൾ ത്രൂ അഡ്വർടൈസിംഗ്. നമുക്കറിയാം, അഡ്വർടൈസിംഗ് കൂടിയാണ് മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും ജനങ്ങളിലേക്ക്
ഇൻഫർമേഷൻ കിട്ടുന്നത്, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. കമ്പനീസ് സ്പെൻഡ് മില്യൺസ് ഈച്ച് ഇയർ ടു പ്രൊമോട്ട് ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. അഡ്വർടൈസിംഗ് ഹാസ് എ വെറൈറ്റി ഓഫ് ഇക്കണോമിക് എഫക്ട്സ്. അപ്പോൾ മിക്കവാറും കമ്പനീസ് അവരുടെ ഗുഡ്സും സർവീസും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് എമൗണ്ട്, ക്രോഴ്സ് ഓഫ് റുപ്പീസ് ആണ് ചെലവാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക് എഫക്റ്റ്, സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് എഫക്റ്റ് അഡ്വർടൈസിങ്ങിന് വരുന്നുണ്ട്. ഇത് ഏതൊക്കെയാണ്? ഇക്കണോമിക്, ഇത് നമ്മൾ പറഞ്ഞു അഡ്വർടൈസിങ്ങിലൂടെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് ഏത് രീതിയിൽ എത്രത്തോളം എമൗണ്ട് ചെലവാക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ചെലവാക്കും. അപ്പോൾ ഒരുപാട് ഇക്കണോമിക് എഫക്റ്റുകൾ ഉണ്ടാകും. ഇക്കണോമിക് എഫക്റ്റുകൾ എന്തൊക്കെ? ഫസ്റ്റ്, ഇഫക്റ്റ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന എഫക്ട് നമുക്കറിയാം. അഡ്വർടൈസിംഗ് ക്രിയേറ്റ് ഡിമാൻഡ് ആൻഡ് എക്സ്പാൻഡ് മാർക്കറ്റ് സൈസ്. ദിസ് നെസസിറ്റേറ്റ് മാസ് പ്രൊഡക്ഷൻ. അഡ്വർടൈസ്മെന്റ് പൊതുവെ ഡിമാൻഡ് കൂട്ടും, അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരുമ്പോൾ മാസ് പ്രൊഡക്ഷൻ റിസൾട്ട്സ് ഇൻ ലോവർ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ ആകുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിമാൻഡ് കൂടി, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പൊ മാസ് പ്രൊഡക്ഷൻ വേണം, പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പൊ പ്രൊഡക്ഷൻ എന്തോരം മാസ് ആവുന്നു അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു കിട്ടും. Then effect on distribution cost. ഇനി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ എന്താണ് ഇഫക്റ്റ് വരുന്നത്? ബയേഴ്സ് കം ടു പർച്ചേസ് ദ പ്രൊഡക്റ്റ് അറ്റ് ദെയർ ഓൺ ആസ് ബയേഴ്സ് ആർ ഓൾറെഡി aware and have detailed knowledge of the product. This reduces the distribution cost. പൊതുവെ കസ്റ്റമേഴ്സ് വാങ്ങാൻ വരുന്നത് അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച്, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി വേറെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അടുത്ത് കൊണ്ടുപോയി പ്രൊഡക്റ്റിനെ കാണിച്ചു കൊടുത്തൊന്നും അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകളൊന്നും വേണ്ടി വരുന്നില്ല. അവര് സ്വന്തമായിട്ട് തന്നെ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് തന്നെ വാങ്ങാൻ വരും. അപ്പോൾ വേറെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇത് ഈ പ്രൊഡക്റ്റ് ചെലവാക്കാൻ വേണ്ടി വേറെ മെനക്കേടില്ല, ആ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഒന്നും വേണ്ട, അവര് സ്വന്തമായിട്ട് വന്ന് വാങ്ങും പ്രൊഡക്റ്റ്. എഫക്റ്റ് ഓൺ പ്രൈസ്. അഡ്വർടൈസിംഗ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് പെർ യൂണിറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറക്കും. കാരണം കൺസ്യൂമേഴ്സ് അവർ ഒറ്റയ്ക്ക് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാണ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട്. സോ ദ സപ്പോർട്ടേഴ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആർഗ്യൂ ദാറ്റ് അഡ്വർടൈസിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് പ്രൈസസ്. അപ്പൊ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറഞ്ഞാൽ പൊതുവെ ആ പെർ യൂണിറ്റ് പ്രൈസും കുറക്കാം. ഇഫക്റ്റ് ഓൺ ഡിമാൻഡ്. In case of new product, advertising create primary demand by educating the audience regarding the use of the product. പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ അഡ്വർടൈസിംഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ ഉപയോഗം എന്ത് എന്ന് കൺസ്യൂമേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുക. ഇൻ കേസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, ഇറ്റ് ഇൻക്രീസസ് ദ സെയിൽസ് ത്രൂ സ്യൂട്ടബിൾ അപ്പീൽസ്. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടുതൽ നല്ല അപ്പീലുകൾ, അഡ്വർടൈസിംഗ് അപ്പീൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ സെയിൽസ് കൂട്ടുക. രണ്ടായാലും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ്. ഇഫക്റ്റ് ഓൺ ഡിമാൻഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഡിമാൻഡ് ഉണ്ടാക്കും. ദെൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല അഡ്വർടൈസ്മെന്റ് അപ്പീലൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. രണ്ട് കേസിലും ഡിമാൻഡ് കൂടും. ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ. ഇനി കോമ്പറ്റീഷനിലുള്ള എഫക്റ്റ് എന്ത്? അഡ്വർടൈസിംഗ് പ്രൊമോട്ട്സ് കോമ്പറ്റീഷൻ എമംഗ് ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് ദ സെയിം പ്രൊഡക്റ്റ്. അപ്പോൾ ഒരേ പ്രൊഡക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് ബ്രാൻഡില് അഡ്വർടൈസിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാക്കും. ത്രൂ അഡ്വർടൈസ്മെന്റ്സ് എ ബ്രാൻഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്സ് ഗുഡ്സ് ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്, സെയിൽസ് പ്രൊമോഷൻ സ്കീം, അഡ്വർടൈസിംഗ് അപ്പീൽ ടു ദ ടാർഗറ്റ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അഡ്വർടൈസിംഗിലൂടെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ, കാരണം ഒരേ പ്രൊഡക്റ്റിന് ഡിഫറെന്റ് ബ്രാൻഡ്സ് ഉണ്ടാവും, അപ്പൊ പർട്ടിക്കുലർ ബ്രാൻഡിന് അഡ്വർടൈസ്മെന്റിൽ കൂടെയാണ് അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും റീസണബിൾ പ്രൈസോ വേറെ എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ അതൊക്കെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അഡ്വർടൈസ്മെന്റിലൂടെയാണ്. Then this promote competition. അപ്പൊ കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഓരോ ബ്രാൻഡുകളും അതുപോലെ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യാലിറ്റി എന്ത് എന്ന് അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ഇത് കോമ്പറ്റീഷനെ കൂട്ടും. Then next, effect on consumer choice. Advertising give more information about various brand products available in the market, their features, price, place of availability, etc. അപ്പൊ അഡ്വർടൈസിംഗിൽ കൂടെയാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ ബ്രാൻഡിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് കൺസ്യൂമേഴ്സിന്. അതുപോലെ ആ പ്രൊഡക്റ്റിന്റെ ഏത് മാർക്കറ്റിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ഫീച്ചർ എന്തൊക്കെ, പ്രൈസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൺസ്യൂമേഴ്സിന് അറിയാൻ പറ്റുന്നത് അതിന്റെ അഡ്വർടൈസ്മെന്റിൽ കൂടിയാണ്.
അപ്പോൾ നമ്മുടെ ഇവിടെ എഫക്റ്റ് ഓൺ കൺസ്യൂമർ ചോയ്സ്. സോ കൺസ്യൂമേഴ്സ് ക്യാൻ മേക്ക് കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ഓൾ സച്ച് ചോയ്സസ് ടു പർച്ചേസ് മോസ്റ്റ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്താം. അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. എഫക്റ്റ് ഓൺ ബിസിനസ് സൈക്കിൾ. Then supporters of advertising argue that advertising help in reducing the extent of business cycle. Business cycle ന്റെ extent reduce ചെയ്യാൻ help ചെയ്യുന്നു. In period of recession, advertising increase their ad expenditure to manage their falling sales. Recession period വരുമ്പോൾ സെയിൽ കുറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ആഡ് എക്സ്പെൻഡിച്ചർ കൂട്ടും. അങ്ങനെ അഡ്വർടൈസിംഗ് അല്ലാട്ടോ അഡ്വർടൈസേഴ്സ് ഇൻക്രീസ് ദെയർ ആഡ് എക്സ്പെൻഡിച്ചർ ടു മാനേജ് ദെയർ ഫോളിംഗ് സെയിൽസ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആഡ് എക്സ്പെൻഡിച്ചർ കൂട്ടും. ഇൻ ബൂം പീരീഡ് അഡ്വർടൈസേഴ്സ് കർട്ടൈൽ ആഡ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ ബൂം പീരീഡ് വരുമ്പോൾ ആഡ് എക്സ്പെൻസസ് അവർ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ട എക്സ്പെൻസസ് വെട്ടിച്ചുരുക്കും, റെഡ്യൂസ് ചെയ്യും. Then effect on utility. Advertising create time, place and perception utility. In case of seasonal product, it creates time utility by creating demand even for off-season product. അപ്പോൾ അഡ്വർടൈസിംഗ് ടൈം, പ്ലേസ് ആൻഡ് പെർസെപ്ഷൻ യൂട്ടിലിറ്റി ഉണ്ടാക്കുന്നു. അതായത് ടൈം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സീസണൽ പ്രൊഡക്റ്റിന് സീസണിൽ മാത്രമേ സെയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അഡ്വർടൈസിംഗിൽ കൂടെ ഓഫ് സീസണിലും അതിന് സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AC ഒക്കെ നമ്മൾ ഓഫ് സീസണിൽ, പൊതുവെ അതിന് ഹോട്ട് സീസണിലാണ് ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ വിന്റർ സീസൺ അല്ലെങ്കിൽ തണുപ്പ് കാലം വരുമ്പോൾ AC കാണാം ഇത്ര % ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത്ര % ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ വരും. അപ്പൊ ഓഫ് സീസണിലും AC ഡിമാൻഡ് ഉണ്ടാക്കാൻ പറ്റും. Then it creates place utility by creating demand even in those market areas where the product not earlier sold. അതൊരു പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ടാക്കുന്നത്. അതായത് ഒരു മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് ഇല്ല, ആ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നു. അപ്പൊ അത് പ്ലേസ് യൂട്ടിലിറ്റി. വിച്ച് ക്രിയേറ്റ് പെർസെപ്ഷൻ യൂട്ടിലിറ്റി ബൈ മേക്കിംഗ് പോസിറ്റീവ് ഇമേജ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ഓഡിയൻസ്. അതുപോലെ പെർസെപ്ഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ, കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ഇമേജ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ അത് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നവരാവില്ല കൺസ്യൂമേഴ്സ്, പക്ഷെ ആ അഡ്വർടൈസ്മെന്റിലൂടെ അതൊരു പോസിറ്റീവ് ഇമേജ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ പെർസെപ്ഷൻ യൂട്ടിലിറ്റി ഉണ്ട്. ഇഫക്റ്റ് ഓൺ എംപ്ലോയ്മെന്റ്. മോഡേൺ ബിസിനസ് സെനാരിയോ അഡ്വർടൈസിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ ബിഗ് ഇൻഡസ്ട്രി. നമുക്കറിയാം അഡ്വർടൈസിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. So it provides direct employment to persons engaged in various jobs like copywriter, artist, graphic designer, etc. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഇഫക്റ്റ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി. അഡ്വർടൈസിംഗ് പ്രൊമോട്ട്സ് കോമ്പറ്റീഷൻ ആൻഡ് എവരി അഡ്വർടൈസർ വാണ്ട് ടു സക്സീഡ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. നമുക്കറിയാം, ഞാൻ നേരത്തെ പോലത്തെ പോയിന്റിൽ പറഞ്ഞ അഡ്വർടൈസിംഗ് കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ബ്രാൻഡുകളും സെയിം പ്രൊഡക്റ്റിന്റെ ഓരോ ബ്രാൻഡും അവരുടെ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അപ്പൊ കോമ്പറ്റീഷൻ കൂടും. So advertiser knows that for long-term success in business and for effective rational advertising, good quality production is must. അപ്പൊ അഡ്വർടൈസർക്ക് അറിയാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്തെങ്കിൽ തന്നെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഇഫക്റ്റ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി. അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് കൊണ്ടുപോകും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മേജർ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പെർമിഷൻ മാർക്കറ്റിംഗ്. ഇനി പെർമിഷൻ മാർക്കറ്റിംഗിന്റെ മേജർ സ്റ്റെപ്സ് എന്തൊക്കെ? The concept of permission marketing was developed by Seth Godin, an American author, marketing expert and entrepreneur. അപ്പോൾ പെർമിഷൻ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് സേത്ത് ഗോഡിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആണ്. According to him, permission marketing is the privilege of delivering anticipated, personal and relevant messages to people who actually want them. അപ്പോൾ അതായത് ആവശ്യക്കാർക്ക് മാത്രം അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് നടത്തുന്നു. നമ്മൾ പ്രൊഡക്റ്റ് മെസ്സേജ് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെസ്സേജ് കൺവേ ചെയ്യുന്നത് ടു പീപ്പിൾ ഹു ആക്ച്വലി വാണ്ട് ദം. അത് ആവശ്യക്കാർക്ക് മാത്രം, അത് അവർ സമ്മതിക്കുന്ന, അതായത് ആ കസ്റ്റമേഴ്സിന്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രം അവർക്ക് ആ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നു. So permission marketing refers to communicating product related message to people who grant permission for the same. അപ്പൊ ആ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നോളാൻ പറയുന്ന, അതിന് സമ്മതം തരുന്നവർക്ക്, പെർമിഷൻ തരുന്നവർക്ക് മാത്രം ആ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വിച്ച് ലീവ്സ് അതേഴ്സ് ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസസ് ആൻഡ് അൺവാണ്ടഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ മറ്റുള്ളവർക്ക് ഈ ഒരു പെർമിഷൻ മാർക്കറ്റിംഗ് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ആവശ്യക്കാർക്ക് മാത്രമാണ് മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നുള്ളൂ. കമ്പനീസ് ക്യാൻ സേവ് മണി ആൻഡ് റിസോഴ്സസ്
and time by avoiding people who are not interested from the marketing and advertisement campaign. അപ്പോൾ ആ ഒരു ഫേമിന്റെ പ്രൊഡക്റ്റിൽ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ താല്പര്യമില്ലാത്തവർക്ക് അഡ്വർടൈസ്മെന്റ് എത്തിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അധിക ചെലവ് കമ്പനിക്ക് ഒഴിവാക്കാം. Permission marketing campaign is a process of turning strangers into friends and friends into customers. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്സ് ആക്കി മാറ്റുന്നു, ഫ്രണ്ട്സിനെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആക്കി മാറ്റുന്നു. കാരണം അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ അവർക്ക് ആദ്യം നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നു, പിന്നെ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഫർദർ ഈ പ്രൊഡക്റ്റിന്റെയും കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഒരു സ്ട്രേഞ്ചറെ ഫ്രണ്ട് ആക്കി മാറ്റുന്നു, ഫ്രണ്ടിനെ ഒരു സ്ഥിരം കസ്റ്റമർ ആക്കി മാറ്റുന്നു. So it is a common tool in internet marketing and direct mail or email campaign. സാധാരണയായിട്ട് ഇത് ഇന്റർനെറ്റ് മാർക്കറ്റിംഗിൽ ഡയറക്ട് മെയിൽ മാർക്കറ്റിംഗിലേക്കാണ് കോമൺ ആയിട്ടും പെർമിഷൻ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ മെയിലിലേക്ക് അവർ മാർക്കറ്റ് ചെയ്യുന്നു, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, ആ രീതിയിൽ. ദെൻ സ്റ്റെപ്സ് ഇൻ പെർമിഷൻ മാർക്കറ്റിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റെപ്സ് ആയിരുന്നു. അക്കോർഡിംഗ് ടു സിഗോദിൻ ദർ ആർ 5 major steps in permission marketing. 5 major steps ആണ് പറഞ്ഞിരിക്കുന്നത്. These steps transforms a stranger into a friend and friend into a customer. ഈ സ്റ്റെപ്സ് ആണ് ഒരു സ്ട്രേഞ്ചറെ ഫ്രണ്ട് ആക്കിയും ഫ്രണ്ടിനെ കസ്റ്റമർ ആക്കിയും മാറ്റുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ആദ്യം ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, പിന്നെ അവരുടെ സമ്മതത്തോടു കൂടി കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പൊ അവർ ഫ്രണ്ടായി മാറുന്നു, പിന്നെ അവർ സ്ഥിരം കസ്റ്റമറായി മാറുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ആ പെർമിഷൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ. The permission marketer has to offer the prospective customer some incentives for obtaining his permission for sending to him the relevant product related messages and information. അപ്പൊ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ആരാണോ അവരുടെ പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻസെന്റീവ്സ്, ഓഫർ സം ഇൻസെന്റീവ്സ് ടു ദം. അവർ ആ പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻസെന്റീവ്സ് അവർക്ക് ഓഫർ ചെയ്യും. The incentive include discount coupon or gift voucher to the prospective customer. ചിലപ്പോൾ അത് ഡിസ്കൗണ്ട് കൂപ്പൺ ആയിരിക്കാം. നമ്മൾ അവരായിട്ടൊന്ന് അടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പണോ ഗിഫ്റ്റ് വൗച്ചറോ ഒക്കെ ആയിട്ടായിരിക്കും തരുന്നത്. Then permission marketing has to effectively utilize the permission granted by the customer by teaching him about the product or services offered. ഇപ്പൊ ഡിസ്കൗണ്ട് കൂപ്പൺ ആണ് അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ ആണ്, അപ്പൊ അവര് ഒരു ഇതായിട്ട് അവർക്ക് ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ട് എന്ന് കണ്ടു കഴിയുമ്പോൾ പെർമിഷൻ മാർക്കറ്റർ അത് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് അവരെ ടീച്ച് ചെയ്യണം. പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസസിനെ കുറിച്ചും കറക്റ്റ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ ആ കസ്റ്റമേഴ്സിന് കൊടുക്കണം. അവരെ ആ ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പെർമിഷൻ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. Then permission marketer has to reinforce the incentives already offered to ensure that the prospective customer maintains the permission given to him. ഇനി ഒരു പ്രാവശ്യം ഇൻസെന്റീവ്സ് കൊടുത്ത് മാത്രം പോരാ, ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്യണം. വീണ്ടും ഒന്നും കൂടെ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. കാരണം എങ്കിലേ കസ്റ്റമറെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. Then marketer is required to offer more incentives to gain even more permission. കൂടുതൽ പെർമിഷൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഇൻസെന്റീവ്സ് കൊടുക്കേണ്ടി വരും. As the relationship continues, റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ ഇൻസെന്റീവ്സ് ഓഫർ ചെയ്യേണ്ടി വരും. Finally, the marketer changes the behavior of the prospective customer and leads him to purchase the product. അങ്ങനെ ലാസ്റ്റ് അതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയി കഴിയുമ്പോൾ കസ്റ്റമർ പിന്നെ ആ പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇൻസെന്റീവ്സ് ഇല്ലെങ്കിൽ പോലും കസ്റ്റമേഴ്സ് ആ പ്രൊഡക്റ്റിലേക്ക് താല്പര്യമുള്ളവരായിട്ട് മാറും. Explain the advantages and limitations of measuring the effectiveness of advertising research. Measuring the effectiveness of advertising researchന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തെല്ലാം. അപ്പോൾ ആദ്യം അഡ്വർടൈസിംഗ് റിസർച്ച് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വർടൈസിംഗ് റിസർച്ച് എന്ന് പറയുന്നത് അഡ്വർടൈസിംഗിന്റെ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു തരം മാർക്കറ്റിംഗ് റിസർച്ച് ആണ്. ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ടഡ് ടു നോ ഹൗ കൺസ്യൂമേഴ്സ് റെസ്പോണ്ട് ടു എ പർട്ടിക്കുലർ ആഡ് ഓർ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ. ഒരു അഡ്വർടൈസിംഗ് ക്യാമ്പയിനോട് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. So this helps the advertiser to make the best decision at all stages of advertising development process and maximize the return on advertising investment. ഇപ്പോൾ ഒരു അഡ്വർടൈസിംഗ് റിസർച്ച് നടത്തി കഴിയുമ്പോൾ അഡ്വർടൈസറെ സംബന്ധിച്ച് അഡ്വർടൈസിംഗ് പ്രോസസ്സിൽ എന്തെല്ലാം ചെലവ്, അതിനൊരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മാക്സിമം റിട്ടേൺ ഏൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. Then measuring the effectiveness of advertising. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ആണ്. അപ്പൊ എന്താണ് മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ അഡ്വർടൈസർ ടു നോ ദ റേറ്റ് ഓഫ് റിട്ടേൺ ജനറേറ്റഡ് ബൈ ആൻ ആഡ്. അപ്പോൾ
ഫസ്റ്റ് എല്ലാ അഡ്വർടൈസേഴ്സിനും അറിയണം അവരെ എത്ര ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് എന്ത് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടി അല്ലെങ്കിൽ റിട്ടേൺ എന്ത് കിട്ടി. ദെൻ ഇഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു മേക്ക് എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ഈച്ച് ആഡ് ക്യാമ്പയിൻ. അപ്പൊ ആ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ച് റിട്ടേൺ കിട്ടിയോ, ആ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്താനായിട്ട് ഇഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. So it is important to know the various factors influencing the success or failure of an ad. അതുപോലെ തന്നെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ നടത്തിയാൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു അഡ്വർടൈസ്മെന്റിന്റെ സക്സസിലേക്ക് അല്ലെങ്കിൽ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നത് അതും കണ്ടുപിടിക്കാൻ പറ്റും. അഡ്വാൻറ്റേജസ് ഓഫ് മെഷറിംഗ് അഡ്വർടൈസിംഗ് ഇഫക്റ്റീവ്നെസ്. എന്തൊക്കെയാണ് മെഷറിംഗ് അഡ്വർടൈസിംഗ് ഇഫക്റ്റീവ്നെസിന്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, അവോയ്ഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. കോസ്റ്റ്ലി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാം. നമുക്കറിയാം കമ്പനീസ് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിംഗ് പ്രോഗ്രാം ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് ദിസ് മണി ഈസ് നോട്ട് ബീങ് വേസ്റ്റഡ് ഇൻ ഇൻഎഫക്റ്റീവ് ആഡ്. എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം കമ്പനീസ് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ആഡിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാം. അപ്പോൾ അത്രയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Helps to evaluate alternative strategy. ഇനി നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് നമ്മളൊരു പ്രോഗ്രാം ചൂസ് ചെയ്തു, അതുകൂടാതെ ഡിഫറെന്റ് ആഡ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ നിന്നും നമ്മുടെ ചൂസ് ചെയ്ത പ്രോഗ്രാം ആണോ നല്ലത്, അല്ലെങ്കിൽ ദിസ് ഹെൽപ്സ് കമ്പനീസ് ടു നോ ദ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ദാറ്റ് വുഡ് ഹാവ് കം അബൌട്ട് ഇഫ് ദേ ഹാവ് അഡോപ്റ്റഡ് ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാം. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ എത്ര ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് കമ്പനിക്ക് ഉണ്ടായേനെ അതെല്ലാം അറിയാൻ സാധിക്കും. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ റിയാക്ഷൻ. അപ്പോൾ ഇവാലുവേഷൻ പ്രോഗ്രാമിൽ കൂടിയാണ് കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ, ഒരു ആഡിനോട് കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ എന്ത്, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇമേജ് എന്ത് ഉണ്ടായി, സെയിൽസ് എങ്ങനെ മാറി, സെയിൽസിൽ എന്ത് എഫക്റ്റ് ഉണ്ടായി, ഇതറിയാൻ പറ്റുന്നത്. ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസിങ്. ദെൻ അഡ്വർടൈസിങ്ങിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും effectiveness evaluation നടത്തുമ്പോൾ. Systematic effectiveness evaluation helps companies to ensure that the message the consumers are receiving from an ad campaign is the best. അവർക്ക് കിട്ടുന്ന കൺസ്യൂമേഴ്സിന് കിട്ടുന്ന മെസ്സേജ് അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനിലൂടെ കിട്ടുന്ന മെസ്സേജ് നല്ലതാണോ എന്ന് ഉറപ്പാക്കാൻ പറ്റും. It helps companies to adopt, implement suitable programs and cancel unproductive ads. Unproductive ads ആണ് കേട്ടോ, ആൻഡ് അല്ല unproductive ads. അപ്പൊ ഇത് കമ്പനിക്ക് നല്ല ആഡ് പ്രോഗ്രാംസ് അഡോപ്റ്റ് ചെയ്യാനും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആഡ്സ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ്, ആൻഡ് പ്രൊഡക്റ്റീവ് അല്ല അൺപ്രൊഡക്റ്റീവ് ആഡ്സ് ക്യാൻസൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, പ്രോപ്പർ മോണിറ്ററിങ്. അതുപോലെ ഇവാലുവേഷൻ പ്രോഗ്രാം. എ ഗുഡ് ഇവാലുവേഷൻ പ്രോഗ്രാം, വാലുവേഷൻ അല്ല ഇവാലുവേഷൻ പ്രോഗ്രാം ഹെൽപ്പ് കമ്പനീസ് ടു പ്രോപ്പർലി മോണിറ്റർ ദ അഡ്വർടൈസിംഗ് ആക്ടിവിറ്റി. അപ്പൊ അഡ്വർടൈസിംഗ് ക്യാമ്പയിന്റെ എല്ലാ ആസ്പെക്ട്സും മോണിറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ്. ഈ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് എന്തെല്ലാം? നമ്മൾ പറഞ്ഞു എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന് എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, കോസ്റ്റ് ഓഫ് മെഷർമെന്റ്. ഇതൊരു മെഷർമെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇവാലുവേഷന് ഒരു കോസ്റ്റ് വരും. The most common reason that companies provide not for measuring ad effectiveness is the cost of conducting measurement program. ആ ഒരു പ്രോഗ്രാം നടത്താൻ ഒരു കോസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ കമ്പനീസ് അങ്ങനെ ഒരു പ്രോഗ്രാം മെഷറിംഗ് ദ ഇഫക്റ്റീവ്നെസ് എന്നുള്ളൊരു പ്രോഗ്രാം എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് കോസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കും. Most companies believe that the money they spend for measuring advertisement effectiveness can be utilized for creating more advertisement for improving their product. അപ്പൊ അധികം കമ്പനികളും വിചാരിക്കുന്നത് ഈ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പുതിയ പുതിയ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് കൂടുതൽ അവരുടെ സെയിൽസ് കൂട്ടാം എന്നുള്ളതാണ്. ഡിസഗ്രിമെന്റ്സ് ഓൺ വാട്ട്, വെൻ ആൻഡ് വേർ ടു ടെസ്റ്റ്. ഇനി അടുത്തൊരു ഡിസഗ്രിമെന്റ് വരുന്നത് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെ ടെസ്റ്റ് ചെയ്യണം, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ആ ഇവാലുവേഷൻ പ്രോഗ്രാം എങ്ങനെ, എവിടെ, എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിലും ഡിസഗ്രിമെന്റ് ഉണ്ട്. Then problems in testing. ഈ ടെസ്റ്റിംഗിൽ വരുന്ന പ്രോബ്ലം. There are various methods to measure the ഈ effectiveness മെഷർ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. All these methods have their own merits and demerits. ഓരോ മെത്തേഡിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. So a method suitable for evaluating an ad may not be suitable for another.
ഒരു അഡ്വർടൈസ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് മറ്റൊരു അഡ്വർടൈസ്മെന്റ് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിൽ നിന്നും ഒരുപാട് മെത്തേഡിൽ നിന്നും നമ്മുടെ അഡ്വർടൈസ്മെന്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ടൈം ഇന്റൻസീവ് പ്രോസസ്. ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ് ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. The decision makers have to wait for long in order to get the result of their effectiveness test. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ്നെസ് ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ നാൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഒബ്ജെക്ഷൻ ഓൺ ക്രിയേറ്റിവിറ്റി. അടുത്തത് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെ എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. An important role of advertising is that the more creative the ad, more likely it is to be successful. അപ്പോൾ അഡ്വർടൈസിംഗിന്റെ ഒരു പ്രത്യേകതയാണ് അത് എത്രത്തോളം ക്രിയേറ്റീവ് ആകുന്നുവോ അത്രത്തോളം സക്സസ്ഫുൾ ആവും. Sometimes advertising agencies may differ with effectiveness testing because of the feeling that the test used for measuring the effectiveness may interfere with their creativity. പലപ്പോഴും അഡ്വർടൈസിംഗ് ഏജൻസീസ് ഈ ഇഫക്റ്റീവ്നെസ്സിന് സമ്മതിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ക്രിയേറ്റിവിറ്റിയെ ഇത് ബാധിക്കും. ചിലപ്പോൾ അഡ്വർടൈസിംഗിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ അവർ പറയുന്ന മാറ്റങ്ങൾ ചെയ്തു വരുമ്പോൾ ആ ക്രിയേറ്റിവിറ്റിയെ അത് ബാധിക്കും. ആൻഡ് റെഡ്യൂസ് ദയർ ഫ്രീഡം ഇൻ ക്രിയേറ്റിംഗ് ഡിസൈനിങ് ആഡ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആഡ് ഡിസൈൻ ചെയ്യുന്നതിന് ഈ ഇഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ചിലപ്പോൾ തടസ്സപ്പെടുത്തും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആഡിന്റെ സക്സസ് എന്ന് പറയുന്നത് അതിന്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. Therefore, anything that reduces the creative advertising also reduces chance of success. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു ഈ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ക്രിയേറ്റിവിറ്റി എഫക്ട് ചെയ്യും. അപ്പൊ അഡ്വർടൈസ്മെന്റിന്റെ സക്സസിനെ തന്നെ അത് ബാധിച്ചേക്കാം. Then what are the different types of personal selling techniques used by Salesforce? ഇനി പേഴ്സണൽ സെല്ലിംഗ് ടെക്നിക്സ് സെയിൽസ്ഫോഴ്സ് യൂസ് ചെയ്യുന്ന പേഴ്സണൽ സെല്ലിംഗ് ടെക്നിക്സ് എന്തൊക്കെ? പേഴ്സണൽ സെല്ലിംഗ് ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് മേക്കിംഗ് സെയിൽ. അപ്പോൾ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ കസ്റ്റമേഴ്സുമായിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ നടത്തി സെയിൽ നടത്തുന്നു. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് പ്രൊഡക്റ്റ് പ്രൊമോഷൻ. ഇറ്റ് ഹെൽപ്സ് ആൻഡ് എൻകറേജ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ത്രൂ ദ യൂസ് ഓഫ് ഓറൽ പ്രസന്റേഷൻ. നമ്മൾ പറഞ്ഞു ഓറൽ പ്രസന്റേഷനിലൂടെ കസ്റ്റമേഴ്സിൽ നിന്നും കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സെയിൽസ്മാന്റെ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണലിന്റെ റോളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ സെയിൽസ് ഫോഴ്സ് ആണ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ചിലപ്പോൾ അത് ഫോണിൽ കൂടെ ആവാം അല്ലെങ്കിൽ ഇമെയിൽ ആവാം. ടെക്നിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഫസ്റ്റ് വൺ, പ്രീ സെയിൽ പ്രിപ്പറേഷൻ. അപ്പൊ പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നതിന് കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് പ്രൊഡക്റ്റ് അതിനെ കുറിച്ച് അവതരിപ്പിച്ച് സെല്ലിംഗ് നടത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? അവര് സെയിൽസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. ഫസ്റ്റ്, പ്രീ സെയിൽ പ്രിപ്പറേഷൻ. സെയിലിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രീ സെയിൽ പ്രിപ്പറേഷൻ. അതെന്താണ് അവർ ചെയ്യുന്നത്? ദേ മസ്റ്റ് ബി പ്രോപ്പർലി സെലക്ടഡ് ആൻഡ് ട്രെയിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ഫോർ ദ ജോബ്. അപ്പോൾ സെയിൽസ് ഫോഴ്സിന് കറക്റ്റ് കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യണം. They must be fully familiar with the producer and product, market and selling techniques. ഈ പറഞ്ഞ സെയിൽസ് ഫോഴ്സ് ആ പ്രൊഡ്യൂസറെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച്, മാർക്കറ്റിനെ കുറിച്ച്, സെല്ലിംഗ് ടെക്നിക്സിനെ കുറിച്ചൊക്കെ നല്ല ഫെമിലിയർ ആയിരിക്കണം. എങ്കിലേ കസ്റ്റമേഴ്സിനോട് നല്ലൊരു പ്രസന്റേഷൻ നടത്താൻ പറ്റുള്ളൂ. പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. They must be fully aware of motivation behavior of people who are prospective customers. ഇനി നമ്മൾ കൺസ്യൂമേഴ്സ് ആക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അവരെ കുറിച്ചും നല്ല അറിവുണ്ടായിരിക്കണം. അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അവരുടെ ബിഹേവിയർ എങ്ങനെ, അതറിഞ്ഞിരിക്കണം. They should also be well informed about the nature of competition and nature of competitors. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും കോമ്പറ്റീഷനെ കുറിച്ചും ഈ പേഴ്സണൽ സെല്ലിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് നല്ല ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പ്രോസ്പെക്ടിങ് ഓർ ലൊക്കേറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് ബയർ. അപ്പൊ പ്രീസെയിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമത് ചെയ്യുന്നത് ലൊക്കേറ്റിംഗ് പ്രോസ്പെക്റ്റീവ് ബയർ. നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണ്, നമ്മുടെ കൺസ്യൂമേഴ്സ് ആരെ, അവരെ ലൊക്കേറ്റ് ചെയ്യുന്നു. It refers to searching and identifying the potential buyers for the product and satisfactorily screening them to make sure that the sales effort will not go waste. ഇനി എല്ലാവരുടെ അടുത്ത് പോയിട്ട് പേഴ്സണൽ സെല്ലിംഗ് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ട പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആരാണ്, അവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ആ സെയിൽസ് എഫേർട്ട് ഒരു വേസ്റ്റ് ആവാതെ വരുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ബയേഴ്സ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. The salesman should examine the need of buyer and their capacity to buy the product. അപ്പോൾ അവിടെ ചെയ്യുന്നത് ആൾക്കാരുടെ ആവശ്യം എന്ത്, അവർക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇതാണ് അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്രോച്ചിങ്.
അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ബയേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പൊട്ടൻഷ്യൽ ബയേഴ്സ് ആര് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. After collecting all relevant information of prospective buyer, the salesman should approach the customer in a polite and dignified way and introduce himself and his product. He should be very careful in his first impression. അടുത്തത് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യലാണ്. കൺസ്യൂമേഴ്സിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മാനറിൽ നല്ല രീതിയിൽ അയാളെക്കുറിച്ചും പ്രസന്റ് ചെയ്യണം. ദെൻ ആ പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷൻ നടത്തണം. അതിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. സെയിൽസ്മാൻ വളരെ കെയർഫുൾ ആയിരിക്കണം. നെക്സ്റ്റ് പ്രസന്റേഷൻ. ഇൻ ദി സ്റ്റേജ് ഹി ഹാസ് ടു ഗെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമർ. ഇവിടെയാണ് ആദ്യം ഇൻട്രൊഡക്ഷൻ ആണ് നടത്തിയിട്ടുള്ളത്. അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ, അയാളെ കുറിച്ച് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്തത് പ്രസന്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ കസ്റ്റമറുടെ അറ്റൻഷൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കണം. ഹി ഷുഡ് പ്രസന്റ് ഹിസ് പ്രൊഡക്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ബ്രീഫ്. ഏറ്റവും കുറഞ്ഞതായിട്ട്, അല്ലാതെ കംപ്ലീറ്റ് ഇങ്ങനെ എസ്സേ പോലെ വാരി വലിച്ചു പറഞ്ഞാലൊന്നും കസ്റ്റമേഴ്സിന് കേൾക്കാനൊന്നും നേരം ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റേഷൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നടത്തണം. He should understand the attitude of the customer and match with his attitude so that he may be able to hold his attention and create the interest in the product. അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് സെയിൽസ് പേഴ്സൺ സ്വന്തം ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താൻ പറ്റണം. എന്നിട്ട് അയാൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെ നമ്മുടെ കൺസ്യൂമറുടെ അറ്റൻഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ആ രീതിയിൽ വേണം സെയിൽസ് പേഴ്സൺ ഡീൽ ചെയ്യേണ്ടുന്നത്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ. ഇറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രസന്റേഷൻ. അപ്പോൾ പ്രസന്റേഷന്റെ ഒരു നല്ല മെത്തേഡാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റിന്റെ വർക്കിംഗ് എങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡിസ്പ്ലേ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഹി ഷുഡ് എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്ക്രൈബ് ദ യൂട്ടിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ബ്രീഫ് ത്രൂ ഡെമോൺസ്ട്രേഷൻ. അപ്പൊ പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റി എന്താണെന്ന് ഡെമോൺസ്ട്രേഷനെ കൂടെ ശരിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ പ്രൊഡക്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പൊ അവിടെ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. എപ്പോഴും കൺസ്യൂമേഴ്സിന്റെ ഒരു സ്വഭാവമാണ്, അവര് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം നമുക്ക് ബെസ്റ്റ് ബാർഗൈൻ, അതായത് നമുക്ക് അതിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1000 രൂപ ചെലവാക്കുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും നല്ലത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ ഡെമോൺസ്ട്രേഷനോ പ്രസന്റേഷനോ ഒക്കെ നടത്തുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പല ഒബ്ജെക്ഷൻസ് ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ. കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ പല ഒബ്ജെക്ഷൻസും വരും. ദ സെയിൽസ് പേഴ്സൺ ഷുഡ് ബി റെഡി ടു ക്ലിയർ ഓൾ ഡൗട്ട്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന്റെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സെയിൽസ് പേഴ്സൺ റെഡി ആയിരിക്കണം. ദെൻ ക്ലോസിംഗ് ദ സെയിൽ. അവസാനം കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവണം. അവിടെയാണ് ക്ലോസിംഗ് ദ സെയിൽ എന്ന് പറയുന്നത്. ഒരു ഈസി ടാസ്ക് അല്ല. ഒരിക്കലും സെയിൽസ് ഫോഴ്സ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ കമ്പൽ ചെയ്യാൻ പാടില്ല, വാങ്ങാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഹി ഷുഡ് ഗൈഡ് ദ കൺസ്യൂമർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്. അവസാനം കൺസ്യൂമർക്ക് സ്വയം തോന്നണം ഞാനൊരു റൈറ്റ് ചോയ്സ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ അത് കഴിയുമ്പോൾ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്, പ്രൈസിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൺസെഷനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓഫേഴ്സ് ഒക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഒരിക്കലും കൺസ്യൂമേഴ്സിനെ ഫോഴ്സ് ചെയ്യരുത്. അവർ സ്വയം തന്നെ ആ വാങ്ങുന്നതിലേക്ക് എത്തിച്ചേരണം. ആൻഡ് ലാസ്റ്റ് ഈസ് ഫോളോ അപ്പ്. ആഫ്റ്റർ ക്ലോസിംഗ് എ സെയിൽ, ഫോളോ അപ്പ് ഈസ് എസെൻഷ്യൽ. ഈ സെയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. ഇറ്റ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു എൻഷുർ ദാറ്റ് കസ്റ്റമർ ഹാസ് ടേക്കൺ ദ റൈറ്റ് ഡിസിഷൻ ഓഫ് ബൈയിങ് ദ പ്രൊഡക്റ്റ്. അതായത് കസ്റ്റമർ കറക്റ്റ് പ്രൊഡക്റ്റ് ആണോ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫോളോ അപ്പ് ആക്ഷൻ ഓൾസോ ഇൻക്ലൂഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സിന് അത് ഉറപ്പാക്കി കൊടുക്കുക. ദെൻ പ്രൊഡക്റ്റ് ഇൻസ്റ്റലേഷൻ നടത്തി കൊടുക്കേണ്ടതാണെങ്കിൽ അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുക. ദെൻ സ്മൂത്ത് പെർഫോമൻസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കുക, ടെസ്റ്റിംഗ് നടത്തി കൊടുക്കുക. ദെൻ മെയിൻ്റനൻസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഫോളോ അപ്പിൽ വരുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. കസ്റ്റമേഴ്സുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഫോളോ അപ്പ് സഹായിക്കുന്നു.